Hi all, welcome to TOS Academy. So, നമ്മൾ കേട്ടറ്റ് കാറ്റഗറി 3 ഫിസിക്കൽ സയൻസിന്റെ ഒരു റിവിഷൻ വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ എല്ലാവരും ഫൈനൽ പ്രിപ്പറേഷനിലെത്തി ഫൈനൽ റിവിഷനും കാര്യങ്ങളൊക്കെ നടത്തിക്കൊണ്ടിരിക്കുകയായിരിക്കും. അതിനിടയ്ക്ക് ഓടിച്ചു വിട്ട് ഈ ഒരു വീഡിയോ ഒന്ന് കാണാം കേട്ടോ. കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ് നിങ്ങളുടെ ശ്രദ്ധയിൽ ഈ ഒരു വീഡിയോയിലൂടെ പെടുത്തുന്നത്. കുറച്ച് ക്വസ്റ്റ്യൻ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പം ആദ്യം തന്നെ ഇലക്ട്രിസിറ്റി എന്ന് പറയുന്ന ഭാഗം ഫിസിക്സിനെ സംബന്ധിച്ചിടത്തോളം വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഏരിയ ആണ് അല്ലേ. അപ്പോൾ അതിൽ നിന്ന് കുറച്ച് കാര്യങ്ങൾ നോക്കുക. ഇവിടെ നോക്കുക, ഇതൊരു ഇലക്ട്രിക്കൽ സർക്യൂട്ട് ആണ്. ഈ സർക്യൂട്ടിൽ വോൾട്ട് മീറ്റർ കണക്ട് ചെയ്തിരിക്കുന്ന എവിടെയാണെന്ന് കൃത്യമായിട്ട് ശ്രദ്ധിക്കുക. എക്സാമിന് ചോദിക്കുന്ന ചോദ്യമാണ്. വോൾട്ട് മീറ്റർ എന്ന് പറയുമ്പോൾ റെസിസ്റ്റൻസ് ഇതാണ്, അതിന് പാരലൽ ആയിട്ടായിരിക്കും വോൾട്ട് മീറ്റർ ഒരു ഇലക്ട്രിക്കൽ സർക്യൂട്ടിൽ കണക്ട് ചെയ്യുക കേട്ടോ. അതേപോലെ അമ്മീറ്റർ കണക്ട് ചെയ്യപ്പെടുന്ന എവിടെയാണ്, എപ്പോഴും സീരീസ് ആയിട്ടായിരിക്കും ഒരു ഇലക്ട്രിക്കൽ സർക്യൂട്ടിൽ കണക്ട് ചെയ്യുന്നത്. കാരണം അമ്മീറ്ററിൽ നമ്മൾ എടുക്കുന്നത് എന്താണ്, കറണ്ട് ആണ് മെഷർ ചെയ്യുന്നത് അല്ലെ. വോൾട്ട് മീറ്ററിൽ രണ്ട് എൻഡിലുള്ള പൊട്ടൻഷ്യൽ ഡിഫറൻസ് ആണ് മെഷർ ചെയ്യുന്നത്. അപ്പോൾ ഒരു ഇലക്ട്രിക്കൽ സർക്യൂട്ടിൽ കറണ്ട് മെഷർ ചെയ്യാൻ യൂസ് ചെയ്യുന്ന ഡിവൈസ് ഏതാണ്, അമ്മീറ്റർ ആണ്. അമ്മീറ്റർ എപ്പോഴും നമ്മൾ സീരീസിലായിരിക്കും കണക്ട് ചെയ്യുക. വോൾട്ട് മീറ്ററിൽ പൊട്ടൻഷ്യൽ ഡിഫറൻസ് ആണ് നമ്മൾ നോക്കുന്നത്. വോൾട്ടേജ് നമുക്ക് മെഷർ ചെയ്യാൻ പറ്റും, അത് പാരലൽ ആയിട്ടായിരിക്കും നമ്മൾ കണക്ട് ചെയ്തിരിക്കുക. ഓക്കെ, ഇനി I is equal to Q/T എന്ന് പറയുന്ന ഇക്വേഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമുക്ക് ടൈമും കറണ്ടും തന്നു കഴിഞ്ഞാൽ ചാർജ് കണ്ടുപിടിക്കാൻ തരും. അതേപോലെ കറണ്ടിന്റെ യൂണിറ്റ് ആംബിയർ ആണ്, ചാർജിന്റെ യൂണിറ്റ് കുളൂംബ് ആണ്. ഈ കാര്യങ്ങളൊക്കെ ഇവിടെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ്, ശ്രദ്ധിക്കുക കേട്ടോ. ഇനി അടുത്തത് പൊട്ടൻഷ്യൽ ഡിഫറൻസിന്റെ കാര്യം ഓൾറെഡി പറഞ്ഞു അല്ലെ. ഇനി പവർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, പവർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വർക്ക് ബൈ ടൈം ആണ് പവർ എന്ന് പറയുന്നത് അല്ലെ. ഇനി പവറിന് മറ്റും ഇക്വേഷൻ ഉണ്ട്. പവർ ഇസ് ഈക്വൽ VI ഉണ്ട്, പവർ ഇസ് ഈക്വൽ ടു I²R ഉണ്ട്, V²/R ഉണ്ട്. ഈ ഇക്വേഷനുകളെല്ലാം നോട്ട് ചെയ്യണം. ഇതിൽ നിന്നെല്ലാം നമുക്ക് ക്വസ്റ്റ്യൻസ് ചോദിക്കും. ഏതെങ്കിലും ഒക്കെ രണ്ട് കമ്പോണന്റ് നോൺ ആയിട്ട് തരും, മറ്റുള്ള കമ്പോണന്റ് അൺനോൺ ആയിട്ടുള്ള കമ്പോണന്റ് കണ്ടുപിടിക്കാനുള്ള ക്വസ്റ്റ്യനും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ചോദിക്കുന്നതാണ്. ഓക്കെ, അപ്പം നിങ്ങൾ ഈ ഒരു തന്നിരിക്കുന്ന കാര്യം ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കുക കേട്ടോ, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ്. പിന്നെ H is equal to I²RT ഏത് ലോ ആണ്, ജൂൾസ് ലോ ഓഫ് ഹീറ്റിംഗ് ആണ് അല്ലേ. അപ്പൊ നോക്കിയേ, H is equal to I²RT എന്ന് പറയുന്ന ജൂൾസ് ലോ ഓഫ് ഹീറ്റിംഗ് ആണ്. ജൂൾസ് ലോയിൽ എപ്പോഴും എടുത്ത് ചോദിക്കാറുള്ളത് കറണ്ട് കൂട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഹീറ്റിന് എന്ത് സംഭവിക്കും, റെസിസ്റ്റൻസ് കൂട്ടിക്കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും എന്നുള്ള കാര്യങ്ങളൊക്കെ അതിൻ്റെ ആ പ്രൊപ്പോർഷണാലിറ്റി കറക്റ്റ് ആയിട്ടൊന്ന് നോട്ട് ചെയ്ത് വെക്കുക. ഏത് ലോ ആണ് എന്നും ചോദിക്കാറുണ്ട്. ജൂൾസ് ലോ ഓഫ് ഹീറ്റിംഗ് ആണ്. ഓക്കെ, ഇനി അടുത്തത് റെസിസ്റ്റേഴ്സിന് നമുക്ക് സീരീസ് ആയിട്ടും പാരലൽ ആയിട്ടും കണക്ട് ചെയ്യാം അല്ലെ. അപ്പം ഇപ്പൊ സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ഒക്കെ വരുന്നതുകൊണ്ട് റെസിസ്റ്റേഴ്സ് ഇൻ സീരീസിന്റെ കുറച്ച് പ്രോപ്പർട്ടീസ്, പാരലലിന്റെയും പ്രോപ്പർട്ടീസ് നമ്മളൊന്ന് നോട്ട് ചെയ്ത് വെക്കണം. ഒന്നെന്താണ്, ഇഫക്റ്റീവ് റെസിസ്റ്റൻസ് ഇൻക്രീസ്. ഒരു സർക്യൂട്ട് സീരീസിലാണ് കണക്ട് ചെയ്യാന്ന് വെച്ചാൽ ഇങ്ങനെയാണ് കണക്ഷൻ വരിക അല്ലെ. ഇത് R1, ഇത് R2. അപ്പൊ ഇതിന്റെ ഇഫക്റ്റീവ് റെസിസ്റ്റൻസ് എങ്ങനെയായിരിക്കും, R1 + R2 അല്ലെ, ഇങ്ങനെയല്ലേ വരിക. അപ്പൊ നോക്കിയേ, ഇഫക്റ്റീവ് റെസിസ്റ്റൻസ് കൂടുകയാണ് ഏതില്, സീരീസില്. ഇനി കറണ്ട് ത്രൂ ഈച്ച് റെസിസ്റ്റർ സെയിം ആയിരിക്കും അല്ലെ, കറണ്ട് എന്ന് പറയുന്നത് സെയിം ആയിരിക്കും. പൊട്ടൻഷ്യൽ ഡിഫറൻസ് അക്രോസ് ഈച്ച് റെസിസ്റ്റർ ഡിഫറെന്റ് ആയിരിക്കും. ഇറ്റ് ഗെറ്റ്സ് ഡിവൈഡഡ് ആസ് പെർ ദ വാല്യൂ ഓഫ് റെസിസ്റ്റർ. ഇനി ഈച്ച് റെസിസ്റ്റർ കനോട്ട് ബി കൺട്രോൾഡ് ബൈ സെപ്പറേറ്റ് സ്വിച്ച് ബിക്കോസ് എ സർക്യൂട്ട് ഈസ് ബ്രോക്കൺ. അതായത് സീരീസിൽ നമ്മൾ കണക്ട് ചെയ്യുമ്പോൾ എവിടെയെങ്കിലും ആ സർക്യൂട്ട് ബ്രേക്ക് ആയിട്ടുണ്ടെങ്കിൽ പിന്നെ ഒരു ഇതും ആ സർക്യൂട്ട് പ്രോപ്പർ ആയിട്ട് വർക്ക് ചെയ്യില്ല അല്ലെ. എന്നാൽ റെസിസ്റ്റേഴ്സ് ഇൻ പാരലൽ വരുമ്പോൾ എന്താണ്, ഇഫക്റ്റീവ് റെസിസ്റ്റൻസ് എന്ത് ചെയ്യും, ഡിക്രീസ് ചെയ്യാണ് ചെയ്യുക അല്ലെ. കറണ്ട് ത്രൂ ഈച്ച് റെസിസ്റ്റർ ഡിഫറെന്റ് ആണ്. ഇറ്റ് ഗെറ്റ്സ് ഡിവൈഡഡ് ആസ് പെർ ദ വാല്യൂ ഓഫ് റെസിസ്റ്റേഴ്സ്. പൊട്ടൻഷ്യൽ ഡിഫറൻസ് ആണ് സെയിം ആയിട്ട് വരിക. ഈച്ച് റെസിസ്റ്റർ ക്യാൻ ബി കൺട്രോൾ ബൈ യൂസിങ് സെപ്പറേറ്റ് സ്വിച്ച്. അപ്പൊ നമ്മുടെ വീട്ടിലെ കണക്ഷൻ ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏതാ വരിക, പാരലൽ കണക്ഷൻ ആണ് നമ്മൾ വീട്ടിൽ മെയിൻ ആയിട്ട് കൊടുക്കുന്നത് കേട്ടോ. അതായത് ഒരു ബൾബ് ഫ്യൂസ് ആയി പോയാലും മൊത്തത്തിൽ വീട്ടിൽ ബൾബ് കത്താതിരിക്കില്ലല്ലോ. അപ്പം എന്താണ്, പാരലൽ കണക്ഷൻ ആണ് എന്നുള്ളത് നിങ്ങൾ ഓർത്തു വെക്കുക. ഓക്കെ, ഇനി അടുത്തൊരു ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഷുഡ് ബി കണക്റ്റഡ് ഇൻ പാരലൽ ടു എ ഡിവൈസ് ഇൻ എ സർക്യൂട്ട്. ഏതാണ് പാരലൽ ആയിട്ട് കണക്ട് ചെയ്യേണ്ടത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. വോൾട്ട് മീറ്റർ ആണ് പാരലൽ ആയിട്ട് കണക്ട് ചെയ്യേണ്ടത്. സീരീസ് ആയിട്ട് കണക്ട് ചെയ്യേണ്ടത് അൺമീറ്റർ ആണ്. ഗാൽവനോമീറ്റർ എന്തിനാണ് യൂസ് ചെയ്യുക, ഒരു സർക്യൂട്ടിൽ അല്ലെങ്കിൽ എവിടെയെങ്കിലും കറണ്ടിന്റെ പ്രസൻസിനെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഗാൽവനോമീറ്റർ ഡിഫ്ലക്ഷൻ നമ്മൾ യൂസ് ചെയ്യുക. ഓക്കെ,
അടുത്ത നോക്കുക. When a 12-volt battery is connected to resistor, 2.5 milliampere current flows through the circuit. If so, what is the resistance of the circuit resistance of the resistor എന്നാണ് ചോദിച്ചിരിക്കുന്നത് അല്ലെ. അപ്പൊ V equal to IR എന്ന് പറയുന്ന ഓംസ് ലോ ആണ് ഇവിടെ നമ്മൾ യൂസ് ചെയ്യേണ്ടത്. R എന്നുള്ളത് എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത് അല്ലെ. അപ്പൊ V എത്രയാണെന്ന് തന്നിട്ടുണ്ട്. V എന്ന് പറയുന്നത് 12 വോൾട്ട് ആണ്. കറണ്ട് എന്ന് പറയുന്നത് 2.5 മില്ലി ആംപിയർ ആണ്. നമ്മൾ പ്രോബ്ലംസ് ചെയ്യുമ്പോൾ എപ്പോഴും സ്റ്റാൻഡേർഡ് യൂണിറ്റിലേക്ക് കൺവേർട്ട് ചെയ്യണം. അപ്പോൾ ആണ് ചോദിച്ചിരിക്കുന്നത്, V by I ആണ് നമ്മൾ വർക്ക്ഔട്ട് ചെയ്യേണ്ടത് അല്ലെ. 12/I 2.5 മില്ലി ആംപിയർ. മില്ലി എന്ന് പറയുമ്പോൾ 10⁻⁻3. ഇത് മാത്തമാറ്റിക്കൽ കാൽക്കുലേഷൻ വരുമ്പോൾ 12 into 1000/2.5 എന്ന് വരും. ഓക്കെ, അപ്പൊ മാത്തമാറ്റിക്കൽ കാൽക്കുലേഷൻ നിങ്ങൾ ചെയ്ത് നോക്കുക. ഇത്രയും ഓമാണ് ആൻസർ ആയിട്ട് വരുന്നത്. അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കുക. ഇഫ് 0.2, 0.3, 0.4, 0.5 and 12 ohm resistors are connected to a 9-volt battery in parallel, what will be the current through the 12 ohm resistor എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ എന്താണ് കറണ്ട് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇവിടെ V equal to IR തന്നെയാണ് യൂസ് ചെയ്യുക. പക്ഷെ നിങ്ങൾ നോക്കിക്കേ, ഇവിടെ എന്താണ് പാരലൽ ആണ് എന്ന് എടുത്തു പറഞ്ഞിട്ടുണ്ട്. അപ്പം നമുക്ക് എപ്പോഴും ഒരു അബദ്ധം പറ്റും. റെസിസ്റ്റേഴ്സ് തന്നിട്ടുണ്ട്, അപ്പം നമ്മൾ അതിൻ്റെ ഇഫക്റ്റീവ് റെസിസ്റ്റൻസ് കാണണം. പാരലൽ ആണെന്ന് പറഞ്ഞു, അപ്പം നിങ്ങൾ 1/R എന്നുള്ള ഫോർമുലയിലേക്ക് പോകും അല്ലേ. അപ്പം അങ്ങനെ പോകേണ്ട കാര്യമുണ്ടോ? ഇല്ല. കാരണം എന്താണ്, ഇത് പാരലൽ ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. പാരലൽ ആകുമ്പോൾ എന്താണ്, വോൾട്ടേജ് സെയിം ആണ്, കറണ്ട് ഡിഫറെൻ്റ് ആണ് അല്ലേ. അപ്പോൾ I is equal to V by R. അപ്പോൾ ഓരോ റെസിസ്റ്ററിലെയും കറണ്ട് ഡിഫറെൻ്റ് ആണെന്ന് നിങ്ങൾക്ക് അറിയാം. അപ്പോൾ V നമുക്ക് തന്നിട്ടുണ്ട് എത്രയാണ്, 9 വോൾട്ട് ആണ് അല്ലേ. 9 ആ റെസിസ്റ്റർ ഏതാ, 12 ഓമിന് അക്രോസ് ആയി ചോദിച്ചുകൊണ്ട് 12 ഡിവൈഡ് ബൈ 12 ചെയ്യാം. എന്നാൽ ഇത് സീരീസിലേക്കാണ് ചോദിച്ചിരിക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് അറിയാം കറണ്ട് എല്ലാത്തിനും സെയിം ആയിരിക്കും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, ഇഫക്റ്റീവ് റെസിസ്റ്റൻസ് കാണണം. ഓക്കെ, അപ്പോൾ ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്, ശ്രദ്ധിക്കുക. ഓക്കെ, ഇനി അടുത്ത നോക്കുക, അപ്ലയൻസസ് വിത്തൗട്ട് ഹീറ്റിംഗ് കോയിൽ. അപ്പൊ നോക്കിയേ, മൈക്രോവേവ് ഓവൻ നിങ്ങൾക്ക് അറിയാം അല്ലെ. മൈക്രോവേവ് ഓവൻ ആൻഡ് ഇൻഡക്ഷൻ കുക്കർ ആർ അപ്ലയൻസസ് വിച്ച് ഡു നോട്ട് യൂസ് എ ഹീറ്റിംഗ് കോയിൽ. ഹീറ്റിംഗ് കോയിൽ ഇല്ലാത്ത ഡിവൈസുകളാണ്. ഇൻ എ മൈക്രോവേവ് ഓവൻ, മൈക്രോവേവ്സ് ആർ യൂസ്ഡ് ആൻഡ് ഇൻഡക്ടർ കുക്കർ യൂസ്ഡ് എഡ്ഡി കറണ്ട്. ഓക്കെ, മൈക്രോവേവില് മൈക്രോവേവ്സ് ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അതേസമയം ഇൻഡക്ഷൻ കുക്കറിൽ നമ്മൾ എന്താണ് യൂസ് ചെയ്യുന്നത്, എഡ്ഡി കറണ്ട് ആണ് യൂസ് ചെയ്യുന്നത്. ഇനി സേഫ്റ്റി ഫ്യൂസിനെ കുറിച്ച് എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ വരുന്ന ഒരു കണ്ടന്റ് ആണ് സേഫ്റ്റി ഫ്യൂസ് അല്ലെ. അപ്പൊ സേഫ്റ്റി ഫ്യൂസിന്റെ മെൽറ്റിംഗ് പോയിന്റ് ലോ ആണോ ഹൈ ആണോ എന്നുള്ളത് അറിഞ്ഞിരിക്കണം. എന്താണ്, ലോ മെൽറ്റിംഗ് പോയിന്റ് ആണ്. എന്തുകൊണ്ടാണ്, അതായത് കൂടുതലായിട്ടുള്ള കറണ്ട് വന്നു കഴിഞ്ഞാൽ പെട്ടെന്ന് അത് ഹീറ്റായിട്ട് ഫ്യൂസ് ബ്രേക്ക് ചെയ്യും അല്ലെ. ഫ്യൂസിലെ ആ കണക്ഷൻ അവിടെ ബ്രേക്ക് ആവും. അപ്പോൾ അതുകൊണ്ടാണ് നമ്മുടെ ഇൻസ്ട്രുമെന്റുകൾ, നമ്മുടെ അപ്ലയൻസുകളെ അത് പ്രൊട്ടക്ട് ചെയ്യുന്നത്. പിന്നെ അങ്ങോട്ട് കറണ്ടിന്റെ സപ്ലൈ നിലയ്ക്കും അല്ലെ. അങ്ങനെയാണ് ഫ്യൂസ് നമ്മളെ പ്രൊട്ടക്ട് ചെയ്യുന്ന, ഡിവൈസുകളെ പ്രൊട്ടക്ട് ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഫ്യൂസിന് സേഫ്റ്റി ഫ്യൂസ് എന്ന പേര് അല്ലെ. അപ്പോൾ ഇനി ഒരു ക്വസ്റ്റ്യൻ ആണ്, ഫ്യൂസ് ഏത് കൺസെപ്റ്റിലാണ് വർക്ക് ചെയ്യുന്നത്? ഹീറ്റിംഗ് ഇഫക്റ്റ് ഓഫ് ഇലക്ട്രിക് കറണ്ട് എന്ന് പറയുന്ന കൺസെപ്റ്റിലാണ് ഫ്യൂസ് വർക്ക് ചെയ്യുന്നത്. അടുത്ത ചോദിക്കാം, ഫ്യൂസിന് ഒരു വയർ ഉണ്ട് അല്ലെ. ആ ഫ്യൂസ് വയർ എന്ന് പറയുന്നത് എന്തുകൊണ്ടുണ്ടാക്കിയതാണ്? ടിൻ ആൻഡ് ലെഡ് ആണ്. ഇതൊക്കെ റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. അതേപോലെ തന്നെ ലോ മെൽറ്റിംഗ് പോയിന്റ് ആണ്. ഇത്രയും ഇമ്പോർട്ടൻ്റ് ആണ് ഫ്യൂസിന്റെ കേസിൽ എന്നുള്ളത് ഓർത്തിരിക്കാം. ഇനി ഷോർട്ട് സർക്യൂട്ട് ഓവർലോഡിംഗ് എന്ന് പറയുന്ന കൺസെപ്റ്റ് ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കുക. ഹൈലി എക്സാമിനേഷൻ പോയിന്റ് ഓഫ് വ്യൂവിലുള്ള കാര്യമല്ല, ജസ്റ്റ് ആ കണ്ടന്റ് ഒന്ന് മനസ്സിലാക്കുക കേട്ടോ. ഒരു സർക്യൂട്ട് ഓവർലോഡ് ആണെന്ന് പറയുന്നത് എന്താണ്? ഇഫ് ദ ടോട്ടൽ പവർ ഓഫ് ഓൾ ദ അപ്ലയൻസ് കണക്റ്റഡ് ടു ഇറ്റ്സ് മോർ ദാൻ വെൻ ദ സർക്യൂട്ട് വിത്ത്സ്റ്റാൻഡ്. അതായത് നമ്മുടെ സർക്യൂട്ടുകൾക്ക് ലോഡ് ആവുക എന്ന് നമ്മൾ പറയൂ അല്ലേ. അപ്പോൾ സർക്യൂട്ടിനെ വിത്ത്സ്റ്റാൻഡ് ചെയ്യുന്നതിൽ കൂടുതൽ പവർ ഉള്ള അപ്ലയൻസുകൾ ഒരുമിച്ച് വർക്ക് ചെയ്യുമ്പോൾ എന്ത് ചെയ്യും, അവിടെ ഓവർലോഡിംഗ് എന്ന് പറയുന്ന കൺസെപ്റ്റ് വരും. ഓക്കെ, ക്ലിയർ ആണല്ലോ. ഇനി അടുത്തതാണ്, നമ്മൾ ഓൾറെഡി പറഞ്ഞു, പവർ എന്ന് പറയുമ്പോൾ വർക്ക് ബൈ ടൈം ആണ്. amount of energy consumed by an electrical appliance in unit time ആണ് പവർ എന്ന് പറയുന്നത് കേട്ടോ. ഇനി ഇൻകാൻഡസെന്റ് ലാമ്പുകൾ ഉണ്ട്. എന്താണ്, നോർമൽ വോൾട്ടേജ് ഫിലമെന്റ് ബിക്കംസ് വൈറ്റ് ഹോട്ട് ആൻഡ് ഗീവ് ഔട്ട് ലൈറ്റ് അല്ലെ. സച്ച് ബൾബാണ് ഇൻകാൻഡസെന്റ് അല്ലെങ്കിൽ ഗ്ലോയിങ് വിത്ത് ഹീറ്റ് എന്നാണ് അർത്ഥം. അതാണ് ഇൻകാൻഡസെന്റ് ലാമ്പുകൾ എന്ന് പറയുന്നത്. ഫിലമെന്റ് എന്ന് പറയുന്ന മെറ്റൽ ടങ്സ്റ്റൺ കൊണ്ടാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. എന്തുകൊണ്ടാണ് ടങ്സ്റ്റൺ കൊണ്ട് ഉണ്ടാക്കുന്നത് എന്നുള്ള ചോദിക്കാം. ടങ്സ്റ്റൺ ക്യാൻ ബിക്കം വൈറ്റ് ഹോട്ട് ആൻഡ് എമിറ്റ് വൈറ്റ് ലൈറ്റ് ഫോർ എ ലോങ് ടൈം. അതുകൊണ്ടാണ് ടങ്സ്റ്റനെ ഫിലമെന്റ് ആയിട്ട് ഇൻകാൻഡസെന്റ് ലാമ്പുകളിൽ യൂസ് ചെയ്യുന്നത് കേട്ടോ. ഇൻ ഓർഡർ ടു അവോയ്ഡ് ഓക്സിഡേഷൻ ഓഫ് ടങ്സ്റ്റൺ,
ബൾബിനെ നമ്മൾ ഇവാക്വേറ്റ് ചെയ്യുന്നു. ആൻഡ് വേപ്പറൈസേഷൻ ക്യാൻ ബി റെഡ്യൂസ് ബൈ ഫില്ലിംഗ് സം ഇനേർട്ട് ഗ്യാസ് അറ്റ് ലോ പ്രഷർ ഇൻസൈഡ് ദ ബൾബ്. ഓക്കെ, ഇതിനു വേണ്ടി കൂടുതലായിട്ടും നൈട്രജൻ ആണ് യൂസ് ചെയ്യുന്നത്. എന്തുകൊണ്ടാണ് നൈട്രജൻ യൂസ് ചെയ്യുന്നത് ഇവിടെ പറഞ്ഞിട്ടുണ്ട്. എന്തുകൊണ്ടാണ് നൈട്രജൻ യൂസ് ചെയ്യുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ നൈട്രജൻ എന്ന് പറയുന്നത് നോർമൽ ടെമ്പറേച്ചറിൽ ഇനേർട്ട് ഗ്യാസ് ആയിട്ടാണ് ആക്ട് ചെയ്യുന്നത് അല്ലേ. അപ്പോൾ ചില ഗ്യാസുകളൊക്കെ ടെമ്പറേച്ചർ മാറുമ്പോൾ അതിന് റിയാക്ഷൻ നടക്കും. പക്ഷെ നൈട്രജൻ നോർമൽ ടെമ്പറേച്ചറും കുറച്ചൊരു ഹയർ ടെമ്പറേച്ചർ വരെയൊക്കെയുള്ള നോർമൽ കേസിൽ അത് ഇനേർട്ട് ഗ്യാസ് ആയിട്ട് ബിഹേവ് ചെയ്യും. അപ്പോൾ അതുകൊണ്ടാണ് നൈട്രജനെ നമ്മൾ യൂസ് ചെയ്യുന്നത് കേട്ടോ. ഇനി അടുത്ത വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് എക്സാമിനേഷൻ പോയിന്റ് ഓഫ് വ്യൂവിൽ. വാട്ട് പ്രോപ്പർട്ടീസ് ഓഫ് ടങ്സ്റ്റൺ മേക്ക് ഇറ്റ് സ്യൂട്ടബിൾ ഫോർ ബീയിങ് യൂസ്ഡ് ഇൻ എ ഫിലമെന്റ്. ഒരു ഫിലമെന്റിൽ നമ്മൾ യൂസ് ചെയ്യാൻ എന്ത് പ്രോപ്പർട്ടിയാണ് യൂസ് ചെയ്യുക? ഒന്ന് ഹൈ റെസിസ്റ്റിവിറ്റി, ഹൈ മെൽറ്റിംഗ് പോയിന്റ്. ടങ്സ്റ്റനെ ഫിലമെന്റ് ആയിട്ട് യൂസ് ചെയ്യാൻ എന്തൊക്കെ പ്രോപ്പർട്ടിയാണ് ടങ്സ്റ്റൺ ഉള്ളതെന്ന് കേട്ടോ. അപ്പോൾ എബിലിറ്റി ടു എമിറ്റ് വൈറ്റ് ലൈറ്റ് വിത്ത് വൈറ്റ് ഹോട്ട് കണ്ടീഷൻ, ഹൈ റെസിസ്റ്റിവിറ്റി, ഹൈ മെൽറ്റിംഗ് പോയിന്റ്, ഡക്റ്റിലിറ്റി എന്നൊക്കെ പറയുന്നത് അതിന്റെ പോയിന്റുകളാണ്. നിർബന്ധമായിട്ടും ഓർത്തു വെച്ചിരിക്കുക. ഓക്കെ, അടുത്തത് ബാർ മാഗ്നറ്റ് സോളിനോയിഡ് എന്നുള്ള കൺസെപ്റ്റിലേക്ക് വരുമ്പോൾ, ബാർ മാഗ്നറ്റ് നിങ്ങൾക്ക് അറിയാം എന്താണ്, ഒരു പെർമനന്റ് മാഗ്നറ്റ് ആണ് അല്ലെ. അതായത് നമ്മൾ ഈ കടയിൽ നിന്നൊക്കെ മാഗ്നറ്റ് ആയിട്ട് മേടിക്കുന്ന ഹോസ് ഷൂ ടൈപ്പ് ഉണ്ടാവും, അല്ലെങ്കിൽ ചുമ്മാ ബാർ ആയിട്ടുണ്ടാവും. അപ്പം അതിനൊക്കെ പെർമനന്റ് മാഗ്നറ്റിസം ഉണ്ട്. എന്നാൽ സോളിനോയിഡ് എന്ന് പറയുമ്പോൾ അത് ടെമ്പററി മാഗ്നറ്റിസം ആണ്. പെർമനന്റ് മറ്റേത് ഇലക്ട്രോ മാഗ്നറ്റ് ആയിട്ട് ആക്ട് ചെയ്യാം. ഒരു സോഫ്റ്റ് അയൺ കോർ ഒക്കെ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എത്ര സ്ട്രെങ്ത് കൂട്ടണം ആ രീതിയിൽ നമുക്ക് അതിനെ ഒരു ഇലക്ട്രോ മാഗ്നറ്റ് ആയിട്ട് യൂസ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇതിന്റെ സ്ട്രെങ്ത്, ബാർ മാഗ്നറ്റിന്റെ സ്ട്രെങ്ത് നമുക്ക് അങ്ങനെ കൂട്ടും കുറയ്ക്കാനൊന്നും ചെയ്യില്ല. ഒരു പെർമനന്റ് സ്ട്രെങ്ത് ആണുള്ളത്. പിന്നെ സോളിനോയിഡിന് നമുക്ക് ആ സ്ട്രെങ്ത് കൂട്ടും ഒക്കെ ചെയ്യാൻ പറ്റും. ഇനി ബാർ മാഗ്നറ്റിന്റെ പൊളാരിറ്റി ഫിക്സ്ഡ് ആണ്. എന്നാൽ സോളിനോയിഡിന്റെ പൊളാരിറ്റി ഫിക്സ്ഡ് അല്ല. കറണ്ടിന്റെ ഡയറക്ഷൻ മാറ്റുന്നതിനനുസരിച്ച് നമുക്ക് അത് സോളിനോയിഡിന്റെ ഇതിന്റെ പൊളാരിറ്റിയിൽ നമുക്ക് ചേഞ്ച് വരുത്താൻ പറ്റും. അപ്പോൾ ഇത്രയും കാര്യങ്ങളൊന്ന് ഓർത്തിരിക്കുക. B is equal to mu 0 Ni. Ni എന്ന് പറയുന്ന സോളിനോയിഡിന്റെ മാഗ്നറ്റിക് ഫീൽഡിന്റെ റിലേഷൻ ആണ്. അപ്പൊ നോക്കി, ഇൻക്രീസ് മാഗ്നറ്റിക് സ്ട്രെങ്ത് നമുക്ക് കൂട്ടണമെങ്കിൽ എന്തൊക്കെയാണ്? ബി ഇസ് ഈക്വൽ ടു മ്യൂ 0 Ni അല്ലേ. N എന്ന് പറയുന്ന നമ്പർ ഓഫ് ടേൺസ്, ഇൻക്രീസ് ഇന്റൻസിറ്റി ഓഫ് കറണ്ട് ആൻഡ് ഇൻക്രീസ് ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ ഓഫ് സോഫ്റ്റ് അയൺ വിച്ച് ഇസ് യൂസ്ഡ് ആസ് എ കോർ. കോറായിട്ട് നമ്മൾ സോഫ്റ്റ് അയൺ യൂസ് ചെയ്യുന്ന ഞാൻ പറഞ്ഞു. ആ സോഫ്റ്റ് അയണിന്റെ ഏരിയ കൂട്ടുന്നത്, ഇങ്ങനത്തെ പല കാര്യങ്ങളും ഈ സോളിനോയിഡിലെ മാഗ്നറ്റിക് സ്ട്രെങ്ത് കൂട്ടാൻ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. ഓക്കെ, ഇനി AC ജനറേറ്റർ, DC ജനറേറ്റർ. AC ജനറേറ്ററിൽ സ്ലിപ്പ് റിംഗ് ആണ് യൂസ് ചെയ്യുന്നത്. DC ജനറേറ്ററിൽ സ്പ്ലിറ്റ് റിംഗ് കമ്മ്യൂട്ടേറ്റർ ആണ് യൂസ് ചെയ്യുന്നത്. ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഓർത്തിരിക്കണം. സ്ലിപ്പ് റിംഗ് എവിടെയാണ്? AC-യിൽ. DC-യിൽ സ്പ്ലിറ്റ് റിംഗ് ആണ് എന്നുള്ളത് ഓർത്തു വെക്കുക കേട്ടോ. ഇനി ചൂസ് എ ഇൻകറക്റ്റ് സ്റ്റേറ്റ്മെന്റ് റിലേറ്റഡ് വിത്ത് ഇലക്ട്രോമാഗ്നറ്റ്. മാഗ്നറ്റിസം ഈസ് പെർമനന്റ് എന്ന് പറയുന്ന തെറ്റാണ് അല്ലെ. സ്ട്രെങ്ത് ക്യാൻ ബി ചേഞ്ച്, കറക്റ്റ് ആണ്. പൊളാരിറ്റി ക്യാൻ ബി റിവേഴ്സ്, കറക്റ്റ് ആണ്. മാഗ്നറ്റിസം പെർമനന്റ് ആണെന്നുള്ളതാണ് എറർ ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ്. ക്ലിയർ ആണല്ലോ. അടുത്ത് നോക്കുക, വിച്ച് ഇഫക്റ്റ് ഓഫ് ഇലക്ട്രിസിറ്റി ഈസ് മെയ്ഡ് യൂസ് ഇൻ സോളിനോയിഡ്. മാഗ്നറ്റിക് ഇഫക്റ്റ് ഓഫ് ഇലക്ട്രിസിറ്റി ആണ് നമ്മൾ സോളിനോയിഡിൽ ഉപയോഗപ്പെടുത്തുന്നത് കേട്ടോ. വിച്ച് ആർ ദ കമ്പോണൻസ് ഓഫ് ഇലക്ട്രിക് മോട്ടോർ. ഇലക്ട്രിക് മോട്ടോറിന്റെ കമ്പോണന്റ് ആണ് മാഗ്നറ്റിക് പോള്, അർമേച്ചർ, സ്പ്ലിറ്റ് റിംഗ്, ഗ്രാഫൈറ്റ് ബ്രഷ്, ആക്സിസ്. എക്സ്പ്ലെയിൻ ആൻ ആർമേച്ചർ. ആർമേച്ചർ എന്ന് പറയുമ്പോൾ എന്താണ്? ഇറ്റ് ഈസ് വിൽ വൗണ്ട്, ഒരു സോഫ്റ്റ് അയൺ കോറിനെ നമ്മൾ ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ഒരു ഇതാണ് ആർമേച്ചർ എന്ന് പറയുന്നത് കേട്ടോ. അപ്പം ഞാനിത് ഉൾപ്പെടുത്തിയത് ഇലക്ട്രിക് മോട്ടോർ എന്ന് പറയുന്ന ഏരിയ നിങ്ങൾ നോക്കണം, അതിന് വേണ്ടിയിട്ടാണ്. ഇനി അടുത്തത് നമുക്ക് ഈ എനർജി കൺവേർഷൻ നമ്മുടെ കേട്ടറ്റിന് പൊതുവെ ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. നോക്കിയേ, വി യൂസ് മെക്കാനിക്കൽ ഇൻ ജനറേറ്ററുകളിൽ എന്താണ് എനർജി കൺവേർഷൻ എന്നുള്ളത് ശ്രദ്ധിക്കുക. മെക്കാനിക്കൽ എനർജീനെ ഇലക്ട്രിക്കൽ എനർജി ആയിട്ടാണ് കൺവേർട്ട് ചെയ്യുന്നത് കേട്ടോ. അപ്പം ഇനി ഡിവൈസ് വിച്ച് കൺവേർട്ട് മെക്കാനിക്കൽ എനർജി ടു ഇലക്ട്രിക്കൽ എനർജി ആണ് the generator. When the armature rotates on its axis, magnetic field, magnetic flux linked with the coil change. As a result, current is induced in the coil. നോക്കിയേ, is it possible to produce DC using a generator? ജനറേറ്റർ യൂസ് ചെയ്ത് നമുക്ക് DC കറണ്ട് ഉണ്ടാക്കാൻ പറ്റും. എങ്ങനെയാണ്? ഇഫ് സ്പ്ലിറ്റ് റിംഗ് കമ്മ്യൂട്ടേറ്റർ ഈസ് യൂസ്ഡ് ഇൻ ജനറേറ്റർ ഇൻസ്റ്റെഡ് ഓഫ് സ്ലിപ്പ് റിംഗ്. സ്ലിപ്പ് റിംഗ് എന്ന് പറയുന്നത് AC-ക്ക് വേണ്ടിയിട്ടാണ് അല്ലേ. അപ്പം അതിനെ മാറ്റിയിട്ട് സ്പ്ലിറ്റ് റിംഗ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? DC കറണ്ട് ഉണ്ടാക്കാൻ പറ്റും. ക്ലിയർ ആണല്ലോ.
ഇനി ഇതാണ് എ സി ഡി സി എന്ന് പറയുന്നത്. നോക്കുക, എ സി എന്ന് പറയുമ്പോൾ ഡയറക്ഷൻ കണ്ടിന്യൂസ്ലി ചേഞ്ച് ചെയ്യും, ഇ എം എഫ് കൂടിയും കുറഞ്ഞും കൊണ്ടിരിക്കും. ഒരു ബാറ്ററിയിൽ നമ്മൾ ഡി സി ആണ് കേട്ടോ, ഡയറക്ഷൻ കോൺസ്റ്റന്റ് ആണ്, ഇ എം എഫ് കോൺസ്റ്റന്റ് ആണ്. ഡി സി ജനറേറ്ററിൽ ഡയറക്ഷൻ കോൺസ്റ്റന്റ് ആണ്, ഇ എം എഫ് കൂടിയും കുറഞ്ഞും ഇരിക്കും. ഓക്കെ, ഇത് ജസ്റ്റ് ഒന്ന് ഓർത്ത് വെക്കുക. ഇനി അടുത്ത ട്രാൻസ്ഫോമറിന്റെ കേസാണ്, വളരെ ഇമ്പോർട്ടന്റ് ആണ്. ട്രാൻസ്ഫോമർ ഈസ് എ ഡിവൈസ് ഫോർ ഇൻക്രീസിംഗ് ഓർ ഡിക്രീസിംഗ് ദ വോൾട്ടേജ് ഓഫ് ആൻ എ സി വിത്തൗട്ട് എനി ചേഞ്ച് ഇൻ ദ ഇലക്ട്രിക് പവർ. ഇലക്ട്രിക്കൽ പവറിൽ മാറ്റമില്ലാതെ. ഇപ്പൊ 2 ടൈപ്പ് ഉണ്ട്. ഏതൊക്കെയാണ്? സ്റ്റെപ്പ് അപ്പ് ട്രാൻസ്ഫോമറും ഉണ്ട്, സ്റ്റെപ്പ് ഡൗൺ ട്രാൻസ്ഫോമറും ഉണ്ട്. നോക്കിയേ, സ്റ്റെപ്പ് അപ്പ് ട്രാൻസ്ഫോമറിന്റെ ഫിഗർ ആണ് ഇത്. സ്റ്റെപ്പ് ഡൗണിന്റെ ആണ്. പ്രൈമറി കോയിലുണ്ട്, സെക്കൻഡറി കോയിലുണ്ട്. പ്രൈമറി കോയിൽ തിക്കായിട്ടുള്ളത് എവിടെയാണ്? സ്റ്റെപ്പ് അപ്പിലാണ്. ഓക്കെ, ഔട്ട്പുട്ടിൽ തിന്നായിട്ടുള്ള കോയിലാണ്. സ്റ്റെപ്പ് ഡൗണിൽ ഔട്ട്പുട്ടിൽ തിക്കായിട്ടുള്ള കോയിലാണ് കേട്ടോ. ഇതൊക്കെ ജസ്റ്റ് ഒന്ന് ഓർത്തിരിക്കണം. If Vs is a secondary voltage, Vp is a primary voltage, Ns is a number of turns in the secondary, Np is a number of turns in the primary transformer, Vs by Vp equal to Ns by. ഈ റിലേഷൻ ഓർത്ത് വെക്കുക. ഈ റിലേഷൻ വെച്ചിട്ട് പ്രോബ്ലംസ് റിപ്പീറ്റഡ് ആയിട്ട് നമ്മുടെ കേട്ടതിന് ചോദിച്ചിട്ടുണ്ട്. നിർബന്ധമായിട്ടും പഠിച്ചു വെക്കുക കേട്ടോ. ഓക്കെ, അടുത്തത് നോക്കിയ സ്റ്റെപ്പ് അപ്പ് ട്രാൻസ്ഫോമറും സ്റ്റെപ്പ് ഡൗൺ ട്രാൻസ്ഫോമറിനെയും ഞാൻ ഓൾറെഡി മെൻഷൻ ചെയ്താണ്, ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്യുക. തിക്ക് വയർസ് ആർ യൂസ്ഡ് ഇൻ പ്രൈമറി, തിക്ക് വയർസ് ആർ യൂസ്ഡ് ഇൻ സെക്കൻഡറി. സ്റ്റെപ്പ് ഡൗണിൽ ലെസ് നമ്പർ ഓഫ് ടേംസ് ആർ യൂസ്ഡ് ഇൻ പ്രൈമറി, ലെസ് നമ്പർ ഓഫ് ടേംസ് ആർ യൂസ്ഡ് ഇൻ സെക്കൻഡറി കേട്ടോ. ഇനി സ്റ്റെപ്പ് അപ്പ് ട്രാൻസ്ഫോമറിന്റെയും സ്റ്റെപ്പ് ഡൗൺ ട്രാൻസ്ഫോമറിന്റെയും വി എസും ഈ വോൾട്ടേജ്, കറണ്ട്, നമ്പർ ഓഫ് ടേൺസിന്റെ റിലേഷൻ ജസ്റ്റ് ഒന്ന് പഠിച്ചു വെക്കുക. ഗാൽവനോമീറ്റർ നമ്മൾ ഓൾറെഡി പറഞ്ഞു, കറണ്ടിന്റെ പ്രസൻസ് ഡിറ്റക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നതാണ് ഗാൽവനോമീറ്റർ. ഓക്കെ, ഇനി അടുത്തതാണ് ട്രാൻസ്ഫോമറിൽ തന്നെ എന്താണ് ഇക്വേഷൻ ഞാൻ പഠിക്കാൻ പറഞ്ഞു, വളരെ ഇമ്പോർട്ടന്റ് ആണ്, നിങ്ങൾ നിർബന്ധമായിട്ടും പഠിക്കണം കേട്ടോ. ഇനി സ്റ്റെപ്പ് അപ്പ് ട്രാൻസ്ഫോമർ, വോൾട്ടേജ് ഇൻ ദ സെക്കൻഡറി കോയിൽ ഇസ് മോർ ആൻഡ് ദ കറണ്ട് ഈസ് ലെസ്. ബട്ട് ഇൻ സ്റ്റെപ്പ് ഡൗൺ ട്രാൻസ്ഫോമർ വോൾട്ടേജ്, സെക്കൻഡറി വോൾട്ടേജ് ലെസ് ആണ്, കറണ്ട് എന്ന് പറയുന്നത് കൂടുതലാണ്. ഓക്കെ, നോക്കുക, ദ ചേഞ്ച് ഇൻ മാഗ്നറ്റിക് ഫ്ലക്സ് ഡ്യൂ ടു ദ ഫ്ലോ ഓഫ് എ സി ഇൻ എ സോളിനോയിഡ് വിൽ ജനറേറ്റ് എ ബാക്ക് ഇ എം എഫ് in the same solenoid in a direction opposite to that applied to it. This phenomenon is known as self-induction. വളരെ ഇമ്പോർട്ടന്റ് ആണ്. സെൽഫ് ഇൻഡക്ഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മളൊരു സർക്യൂട്ടിൽ എ സി കറണ്ട് പോകുന്ന സമയത്ത് എന്ത് സംഭവിക്കും? ചേഞ്ച് ഇൻ ദ മാഗ്നറ്റിക് ഫ്ലക്സ്. ഒരു എ സി കറണ്ട് പോകുമ്പോൾ അവിടെ മാഗ്നറ്റിക് ഫ്ലക്സിൽ ചേഞ്ച് വരും അല്ലേ? അത് ഒരു ബാക്ക് ഇ എം എഫ് ജനറേറ്റ് ചെയ്യും. അതായത് ആ പോകുന്ന കറണ്ടിന്റെ ഡയറക്ഷന് വിപരീതമായിട്ട്. ഇതിനെയാണ് സെൽഫ് ഇൻഡക്ഷൻ എന്ന് പറയുന്നത്. അത് ഇൻഡക്ടർ എന്ന് പറയുന്നത് എന്താണ്? എൻ ഇൻഡക്ടർ ഈസ് എൻ ഇൻസുലേറ്റഡ് കോപ്പർ വയർ wound in a helical shape. Inductors are coil used to oppose the changes in the electric current in a circuit. ഒരു സർക്യൂട്ടിൽ ഇലക്ട്രിക് കറണ്ടിന്റെ ചേഞ്ചിനെ ഒപ്പോസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന വസ്തുവാണ് ഇൻഡക്ടർ കേട്ടോ. ദേ ആർ യൂസ് ടു റിഡ്യൂസ് ദ കറണ്ട് ഇൻ എ സർക്യൂട്ട് ടു ഡിസൈഡ് വാല്യൂ വിത്തൗട്ട് ദ ലോസ് ഓഫ് പവർ. പവറിൽ ലോസ് ഇല്ലാതെ ഒരു സർക്യൂട്ടിൽ നമുക്ക് കറണ്ട് കുറയ്ക്കണമെങ്കിൽ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ് എന്ത്? ഇൻഡക്ടർ. അപ്പൊ സെൽഫ് ഇൻഡക്ഷൻ, ഇൻഡക്ടർ എന്നുള്ളതൊക്കെ ഓർത്തു വെക്കുക. ഇനി അടുത്താണ്, whenever there is a change in the magnetic flux linked with the coil, an EMF is induced in the coil. This phenomenon is called electromagnetic induction. വളരെ ഇമ്പോർട്ടന്റ് ആണ്. എന്താണ്? ഒരു whenever there is a change in the magnetic flux, ഒരു കോയിലിലെ മാഗ്നറ്റിക് ഫ്ലക്സിൽ എന്തെങ്കിലും ഒരു ചേഞ്ച് വരുമ്പോൾ ഇ എം എഫ് ഇൻഡ്യൂസ് ചെയ്യപ്പെടുന്നു. ഇതിനെയാണ് നമ്മൾ ഇലക്ട്രോമാഗ്നറ്റിക് ഇൻഡക്ഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ഒരു 2 കോയിലിനെ ഇവിടെ കൺസിഡർ ചെയ്യുക. were kept aside, and when the strength or direction of the current in one coil change ചെയ്യുമ്പോൾ magnetic flux around it changes. Okay, as a result an EMF is induced in the secondary coil. ഇതിനെയാണ് മ്യൂച്വൽ ഇൻഡക്ഷൻ എന്ന്. അപ്പോൾ ഒരു പ്രൈമറി കോയിലും ഉണ്ട്, ഒരു സെക്കൻഡറി കോയിലും ഉണ്ട്. when the strength or direction of current in one coil, കണ്ട് ഈ കോയിലെ പ്രൈമറി കോയിലെ കറണ്ടിന്റെ ഡയറക്ഷനോ സ്ട്രെങ്ത്തിലോ മാറ്റം വരുമ്പോൾ അത് ഈ സെക്കൻഡറി കോയിലിൽ ഒരു EMF ഇൻഡ്യൂസ് ചെയ്യും. ഇതിനാണ് മ്യൂച്വൽ ഇൻഡക്ഷൻ എന്ന് പറയുന്നത്. മറ്റ് സ്വന്തമായിട്ട് ഒരു കോയിലിൽ കറണ്ട് പോകുന്നു, അതിൽ ഫ്ലക്സ് ചേഞ്ച് മൂലം അവിടെ ഒരു ഇത് വരുന്നു, അതാണ് സെൽഫ് ഇൻഡക്ഷൻ എന്ന് പറയുന്നത്. ഇവിടെ 2 കോയിലുണ്ട് കേട്ടോ. എ കറണ്ട് ദാറ്റ് ഫ്ലോസ് ഓൺലി ഇൻ വൺ ഡയറക്ഷൻ കണ്ടിന്യൂസ്ലി ആണ് ഡി സി. കറണ്ട് ദാറ്റ് ഇൻ റെഗുലർ ഇന്റർവെൽസ് ഓഫ് ടൈം ചേഞ്ചസ് ദ ഡയറക്ഷൻ റെഗുലർ ഇന്റർവെൽസ് ഓഫ് ടൈം ആണ് എ സി. ഓക്കെ, ദ കോയിൽ ഇൻ ടു വിച്ച് വി ഗീവ് കറണ്ട് ഫോർ ദ പ്രൊഡക്ഷൻ ഓഫ് മാഗ്നറ്റിക് ഫീൽഡ് ഇസ് എ പ്രൈമറി കോയിൽ ആൻഡ് ദ കോയിൽ ഇൻ വിച്ച് ഇൻഡ്യൂസ്ഡ് EMF ജനറേറ്റർ ആണ് സെക്കൻഡറി കോയിൽ. അപ്പൊ ഇതിന്റെ കേസാണ് പറയുന്നത്.
മ്യൂച്വൽ ഇൻഡക്ഷൻ ഇമ്പോർട്ടൻ്റ് ആണ്, കഴിഞ്ഞ തവണത്തെ എക്സാമിന് ചോദിച്ചിട്ടുള്ളതാണ് കേട്ടോ, എന്താണ് ഇൻഡക്ഷൻ, മ്യൂച്വൽ ഇൻഡക്ഷൻ എന്നുള്ളത്. ഓക്കെ, ഇനി അടുത്ത നോക്കുക, ഇക്വേഷൻസ് ഓഫ് മോഷൻ. ഇക്വേഷൻ ഓഫ് മോഷനിൽ പ്രധാനമായിട്ട് 3 ഇക്വേഷൻ നോട്ട് ചെയ്യണം. വി ഇസ് ഈക്വൽ ടു യു പ്ലസ് എ ടി, എസ് ഈക്വൽ ടു യു ടി പ്ലസ് ഹാഫ് എ ടി സ്ക്വയർ, വി സ്ക്വയർ മൈനസ് യു സ്ക്വയർ ഈക്വൽ ടു 2as അല്ലെ. വി എന്താണ് ഫൈനൽ വെലോസിറ്റി, യു ഇനീഷ്യൽ വെലോസിറ്റി, എസ് എന്ന് പറയുന്നത് ഡിസ്പ്ലേസ്മെന്റ്, എ എന്ന് പറയുന്നത് ആക്സിലറേഷൻ. ഓക്കെ, ഇനി ഒരു ക്വസ്റ്റ്യൻ ചെയ്ത് നോക്കാം. എ ബോഡി സ്റ്റാർട്ട്സ് ഫ്രം റെസ്റ്റ് ആൻഡ് ആക്സിലറേറ്റ് അറ്റ് ദ റേറ്റ് ഓഫ് 5 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ. വാട്ട് ഇസ് എ വെലോസിറ്റി ആഫ്റ്റർ 5 സെക്കൻഡ്? 4 ഓപ്ഷൻസ് തന്നിട്ടുണ്ട്. വി ഇസ് ഈക്വൽ ടു യു പ്ലസ് എ ടി എന്ന് പറയുന്ന ഇക്വേഷൻ ആണ് ഇവിടെ യൂസ് ചെയ്യേണ്ടത്. എ ബോഡി സ്റ്റാർട്ട്സ് ഫ്രം റെസ്റ്റ് എന്ന് പറയുമ്പോൾ യു എന്ന് പറയുന്നത് 0 ആയിരിക്കും കേട്ടോ. ഇപ്പോൾ ഒരു ബോഡിനെ പ്രൊജക്റ്റൈൽ ആയിട്ട് വിട്ടു, ഹയസ്റ്റ് പോയിന്റിലെ വെലോസിറ്റി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 0 ആണ്. ഇതൊന്ന് നോട്ട് ചെയ്ത് വെക്കുക. ഇനി ആക്സിലറേറ്റ് എയുടെ വാല്യൂ തന്നിട്ടുണ്ട്. വാട്ട് ഇസ് വെലോസിറ്റി ആഫ്റ്റർ 5 സെക്കൻഡ്? ടിയുടെ വാല്യൂയും തന്നിട്ടുണ്ട്. പ്രോബ്ലം ചെയ്യുക. 25 മീറ്റർ പെർ സെക്കൻഡ് ആണ് നമുക്ക് ആൻസർ കിട്ടുന്നത്. ഓപ്ഷൻ ബി ആണ് റൈറ്റ് ആൻസർ. ഓക്കെ, അടുത്തത് പാസ്കൽസ് ലോ ആണ്. എഫ് ഇസ് ഈക്വൽ ടു പി എ എന്ന് പറയുന്ന ഇക്വേഷൻ ആണ്. അത് വെച്ചിട്ടൊരു പ്രോബ്ലം ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. എന്താണ്? എ പ്രഷർ ഓഫ് 2000 പാസ്കൽ ഇസ് ട്രാൻസ്മിറ്റഡ് ത്രൂ എ ലിക്വിഡ് കോളം ഡ്യൂ ടു എ ഫോഴ്സ് ബീങ് അപ്ലൈഡ് ഓൺ എ പിസ്റ്റൺ. Piston has an area of 0.1 meter square. What force is applied എന്നുള്ളതാണ്. ഓക്കെ, എഫ് ഈക്വൽ ടു പി എന്ന് പറഞ്ഞ ഇക്വേഷൻ ഉപയോഗിക്കുക, ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, ഫോഴ്സിന്റെ വാല്യൂ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും കേട്ടോ. ഒന്ന് ചെയ്ത് നോക്കിയേക്കുക. ഓക്കെ, ഇനി അടുത്തത് ഒരു ക്വസ്റ്റ്യൻ നോക്കിയാൽ റിപ്പീറ്റഡ് ആയിട്ട് നമുക്ക് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. വൈ മെർക്കുറി ഈസ് യൂസ്ഡ് ഇൻ തെർമോമീറ്റർ? എന്തുകൊണ്ടാണ് മെർക്കുറിനെ നമ്മൾ യൂസ് ചെയ്യുന്നത്? ഈ പോയിന്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇറ്റ് ഹാസ് ഹൈ തെർമൽ എക്സ്പാൻസിവിറ്റി എന്ന് പറയുന്ന പോയിന്റ് കേട്ടോ. അപ്പോൾ തെർമൽ ചൂട് കൂടുമ്പോൾ ഹൈ എക്സ്പാൻഷൻ കാണിക്കുന്നതുകൊണ്ടാണ് മെർക്കുറിനെ നമ്മൾ തെർമോമീറ്ററിൽ യൂസ് ചെയ്യുന്നത്. റീസെൻ്റ് ആയിട്ട് നമുക്ക് ഡിജിറ്റൽ തെർമോമീറ്റേഴ്സ് ഒക്കെ ഉണ്ട്, പക്ഷേ ഇത് നമ്മുടെ എക്സാമിനേഷൻ പോയിന്റ് ഓഫ് വ്യൂവിൽ നിന്ന് അറിഞ്ഞിരിക്കാം. പിന്നെ നമ്മുടെ എക്സാമിന് എപ്പോഴും ചോദിക്കാറുള്ള ഒരു കൺവേർഷൻ ആണ് ടി എഫ്. ഫാരൻ ഹീറ്റ് ഇസ് ഈക്വൽ ടു ടെമ്പറേച്ചർ ഇൻ ഫാരൻ ഹീറ്റ് സ്കെയിൽ ഇസ് ഈക്വൽ ടു 9/5 TC പ്ലസ് 32. നിർബന്ധമായിട്ടും പഠിച്ചിരിക്കണം. ഒരു ചോദ്യം എല്ലാ തവണയും എക്സാമിന് ഈ ഒരു ഭാഗത്തുനിന്ന് ചോദിക്കുന്നതാണ് കേട്ടോ. ഇനി നമുക്ക് ടോസ് അക്കാഡമിയിൽ നിങ്ങൾക്ക് അറിയാം, നമ്മൾ കേട്ടറ്റ് കാറ്റഗറി 1, 2, 3, 4 എല്ലാ കാറ്റഗറിയുടെയും ക്ലാസ്സുകൾ എടുത്തു കൊടുക്കുന്നുണ്ട്. റെക്കോർഡഡ് ആയിട്ടുള്ള ക്ലാസ്സുകളായിരിക്കും. കറക്റ്റ് ആയിട്ട് വീക്കിലി എക്സാമുകൾ, മന്ത്ലി റിവിഷൻ എക്സാമുകൾ, ടീച്ചേഴ്സിന്റെ ഫോളോ അപ്പും കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കും. PDF നോട്ട് അവൈലബിൾ ആണ്. ലൈവ് ഓറിയന്റേഷൻ സെഷനും കാര്യങ്ങളും ഒക്കെ അവൈലബിൾ ആണ്. PYQ ഡിസ്കഷനും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പം തീർച്ചയായിട്ടും കേട്ടറ്റ് എന്ന് പറയുന്ന എക്സാം ഇത്ര പ്രാവശ്യം ട്രൈ ചെയ്തിട്ടും കിട്ടാത്തവരൊക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ടോസ് അക്കാഡമിയിൽ ഒരു ചാൻസ് എടുത്ത് നോക്കുക. തീർച്ചയായിട്ടും നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള കോച്ചിങ് ആയിരിക്കും. കറക്റ്റ് ആയിട്ട് നിങ്ങളെ ഗൈഡ് ചെയ്ത് എക്സാം നിങ്ങൾക്ക് ക്രാക്ക് ചെയ്യാൻ വേണ്ടി നിങ്ങളെ ഹെൽപ്പ് ചെയ്യും. ഓക്കെ, അപ്പം നമുക്ക് ആപ്പിലൂടെയാണ് ക്ലാസ്സുകൾ തരുന്നത്. പേയ്മെന്റ് ഇൻസ്റ്റാൾമെന്റ് ആയിട്ട് നിങ്ങൾക്ക് പേ ചെയ്യാവുന്നതാണ്. പിന്നെ നമുക്ക് ആപ്പിൽ നിങ്ങളുടെ പെർഫോമൻസ് നിങ്ങൾക്ക് അനലൈസ് ചെയ്യാം. നമ്മൾ ഫ്രീക്വൻ്റ് ആയിട്ട് മോട്ടിവേഷൻ സെഷൻസും കാര്യങ്ങളൊക്കെ അറേഞ്ച് ചെയ്യും. വാട്സപ്പിലൂടെ ഏത് സമയം വേണേലും നിങ്ങൾക്ക് ഡൗട്ട് ക്ലിയർ ചെയ്യാവുന്നതാണ്. ഓക്കെ, ഇനി അടുത്തത് നമ്മൾ ലൈറ്റിന്റെ ഭാഗത്തിലേക്ക് വരുമ്പോൾ, ലൈറ്റ് നിങ്ങൾക്കറിയാം ഇൻസിഡന്റ് റേ ഉണ്ട്, റിഫ്ലക്റ്റഡ് റേ ഉണ്ട്. എന്താണ് ലോസ് ഓഫ് റിഫ്ലക്ഷൻ? എന്താണ് ലോസ് ഓഫ് ആംഗിൾ ഓഫ് ഇൻസിഡൻസ് ഈസ് ഈക്വൽ ടു ആംഗിൾ ഓഫ് റിഫ്ലക്ഷൻ. എന്താണ് ഇൻസിഡന്റ് റേ, റിഫ്ലക്റ്റഡ് റേ ആൻഡ് ദ നോർമൽ അറ്റ് ദ പോയിന്റ് ഓഫ് ഇൻസിഡന്റ് എല്ലാം ഓൾ ലൈസ് ഇൻ ദ സെയിം പ്ലെയിൻ. ഇതൊക്കെയാണ് ലോസ് ഓഫ് റിഫ്ലക്ഷൻ. ഇനി അടുത്തത് പ്ലെയിൻ മിററിന്റെ പ്രോപ്പർട്ടീസ് ആണ്, ഇമ്പോർട്ടൻ്റ് ആണ്. ഇമേജ് ഫോം ബൈ പ്ലെയിൻ മിറർ വെർച്വൽ ആൻഡ് ഡിറക്റ്റ് ആണ്. ഒബ്ജക്റ്റിനും ഇമേജിനും ഈക്വൽ ഡിസ്റ്റന്റ് ആണ്. ലാറ്ററൽ ഇൻവേർഷൻ ഓർത്തിരിക്കുക. ക്യാരക്ടറിസ്റ്റിക് ഓഫ് ഇമേജ് റിയൽ ആവാം, വെർച്വൽ ആയിരിക്കാം. അതിന്റെ റിയൽ ആയിട്ട് കൺവേർജ് ചെയ്യുമ്പോൾ അതിന് കറക്റ്റ് ആയിട്ട് പ്രോപ്പർ ആയിട്ട് കൺവേർജ് ചെയ്യുന്നുണ്ടെങ്കിൽ അവിടെ റിയൽ ഇമേജ് ഫോം ചെയ്യും. വിച്ച് സീംസ് ടു കൺവേർജ് എന്ന കണ്ടീഷൻ ആണെങ്കിൽ അവിടെ വെർച്വൽ ഇമേജ് ആയിരിക്കും ഫോം ചെയ്യുന്നത്. റിയൽ എന്ന് പറയുന്നത് റിയൽ വെർച്വൽ അല്ലെ, രണ്ടെണ്ണം ഉണ്ട്. വെർച്വൽ എപ്പോഴും എന്താണ്, ഇഫ് ദി ഇമേജ് ഫോംഡ് ഇസ് അപ്സൈഡ് ഡൗൺ അതിനെ നമ്മൾ എന്ത് പറയും? ഇൻവേർട്ടഡ് ഇമേജ് എന്ന് പറയും. നേരെയാണ് ഇരിക്കുന്നെങ്കിൽ അതിന് നമ്മൾ ഇറക്റ്റ് ഇമേജ് എന്നാണ് പറയുന്നത്. ഓക്കെ, ഇനി നമുക്കറിയാം മിററിന്റെ ഈ കാര്യങ്ങൾ പോയിന്റുകളൊക്കെ ഓർക്കണം. പോൾ എവിടെയാണ്? ഒരു സ്ഫെറിക്കൽ മിററിന്റെ മിഡ് പോയിന്റ് ആണ് പോള്. സെന്റർ ഓഫ് കർവേച്ചർ, ഇത് കട്ട് ചെയ്യപ്പെടുന്ന ഏറ്റവും വലിയ സ്ഫിയറിന്റെ ആ ഒരു സെന്റർ ആണ് സെന്റർ ഓഫ് കർവേച്ചർ. എവിടുന്ന് ഇങ്ങോട്ടുള്ളത് റേഡിയസ് ഓഫ് കർവേച്ചർ. സെന്റർ ഓഫ് കർവേച്ചറും പോളും കൂടെ ജോയിൻ ചെയ്യുന്നതാണ് എന്തെന്ന് പറയുന്നത്? റേഡിയസ് ഓഫ് കർവേച്ചർ അല്ലെ.
അപ്പം അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഓർത്തിരിക്കുക. പ്രിൻസിപ്പൽ ആക്സിസ്, കോൺകേവ് മിറർ, കോൺവെക്സ് മിറർ, ഫോക്കസ്, ഫോക്കൽ ലെങ്ത്. ഫോക്കൽ ലെങ്ത്തിന്റെ ഇക്വേഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. F=R/2. പ്രോബ്ലംസ് ചോദിക്കാറുണ്ട്, നിർബന്ധമായിട്ടും പ്രോബ്ലംസ് പ്രാക്ടീസ് ചെയ്ത് പോവാ കേട്ടോ. ലെൻസിന്റെ പവറിന്റെ യൂണിറ്റ് ആണ് ഡയോപ്റ്റർ എന്നുള്ളത് ഓർത്തു വെക്കുക. റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ ആണ്. ഇനി അടുത്ത പ്ലെയിൻ മിറർ, കോൺവെക്സ് മിറർ, കോൺകേവ് മിററിന്റെ പ്രത്യേകതകൾ. കോൺവെക്സ് മിററിന്റെ ഇമേജ് ഡിമിനിഷ്ഡ്, വെർച്വൽ ഇറക്റ്റ്. പ്ലെയിൻ മിറർ നമ്മൾ ഓൾറെഡി പഠിച്ചു. കോൺകേവ് മിററിന്റെ പല കണ്ടീഷൻസ് ഉണ്ട്, നിങ്ങൾ നിർബന്ധമായിട്ടും നോക്കിയിട്ട് വേണം പോവാൻ. ഓക്കെ. ഇനി അടുത്തത് നമ്പർ ഓഫ് ഇമേജസ് ഫോം n=360/θ-1 എന്ന് പറയുന്ന ഇക്വേഷൻ ഉപയോഗിച്ചിട്ട് നമ്പർ ഓഫ് ഇമേജ് എത്ര ഫോം ചെയ്യും എന്നുള്ളത് പഠിച്ചു വെച്ചിട്ട് പോവാ. ഇക്വേഷൻ ഇമ്പോർട്ടൻ്റ് ആണ്, ചിലപ്പോൾ ചോദിക്കാം. ഓക്കെ. ഇനി പ്ലെയിൻ മിറർ, കോൺവെക്സ് മിറർ, കോൺകേവ് മിറർ, അതിൻ്റെയൊക്കെ ഉപയോഗങ്ങൾ ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരിക്കുന്നത് നല്ലതാണ് കേട്ടോ. റിയർ വ്യൂ മിറർ ആയിട്ട് ഉപയോഗിക്കുന്ന കോൺവെക്സ് മിറർ ആണെന്ന് ഓർത്തിരിക്കുക. പിന്നെ എന്തൊക്കെയാണ്, ഫേസ് ഒബ്സർവ് ചെയ്യുന്ന പ്ലെയിൻ മിറർ ആണ്. മറ്റുള്ള കാര്യങ്ങൾ നിങ്ങൾ ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കുക, ഇമ്പോർട്ടൻ്റ് ആണ്. റിയർ വ്യൂ മിററിന്റെ കാര്യം മറക്കരുത് കേട്ടോ. അടുത്ത മിറർ ഫോർമുല 1/v + 1/u = 1/f ആണ്. മാഗ്നിഫിക്കേഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. മാഗ്നിഫിക്കേഷൻ h ഓഫ് ഇമേജ്, ഹൈറ്റ് ഓഫ് ഇമേജ് ബൈ ഹൈറ്റ് ഓഫ് ഒബ്ജക്റ്റ് ആണ് മാഗ്നിഫിക്കേഷൻ. ഒരു ഒബ്ജക്റ്റിനേക്കാളും എത്ര മടങ്ങ് ഇമേജ് വലുതാണ് അല്ലെങ്കിൽ ചെറുതാണ് എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് ആണ് മാഗ്നിഫിക്കേഷൻ്റെ വരിക കേട്ടോ. മാഗ്നിഫിക്കേഷനുമായി ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങൾ നോക്കാം. ഓക്കെ. അപ്പം ഇവിടെ നിങ്ങൾ ഒരു സൈൻ കൺവെൻഷൻസ് നിങ്ങൾക്ക് അറിയായിരിക്കും. എല്ലാ റൈറ്റിലേക്കുള്ളതും പോസിറ്റീവാണ്, ലെഫ്റ്റിലേക്കുള്ള ഡിസ്റ്റൻസ് നെഗറ്റീവാണ്, അപ്പിലേക്കുള്ള പോസിറ്റീവാണ്, ഡൗണിലേക്കുള്ളത് നെഗറ്റീവാണ്. ഈ ഒരു പ്രോബ്ലം ഒന്ന് ചെയ്ത് നോക്കുക. 1/f = 1/u + 1/v മിറർ ഫോർമുല വെച്ചിട്ട് ചെയ്യുന്ന ഒരു ഇക്വേഷൻ ആണ്. ആദ്യം ഈ സൈൻ കൺവെൻഷൻസ് യൂസ് ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യണം, ആ യുവിനും വിനും ഒക്കെ സൈൻ അസൈൻ ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഇക്വേഷനിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക കേട്ടോ. നോക്കിയേ, ഇവിടെ നോക്കിയേ. An object is placed in front of a concave mirror 20 cm away from it. ഇതൊരു കോൺകേവ് മിറർ ആണ്. ഇതിന്റെ മുമ്പിൽ 20 cm away നമ്മളൊരു ഒബ്ജക്റ്റ് വെച്ചു. ഇത് 20 cm ആണെന്ന് ഓർക്കുക. If its focal length is 40 cm, locate the position of the image and its nature. അപ്പോൾ അതിന്റെ ഫോക്കൽ ലെങ്ത്, സോറി, ഇവിടെയാണ് നമ്മൾ ഇമേജ് വെക്കുന്നതെന്ന് വിചാരിക്കുക. ഇവിടെ ഒബ്ജക്റ്റ് കിട്ടി. അപ്പോൾ എഫ് എന്ന് പറയുന്ന രണ്ടും ഈ സൈഡിലേക്ക് ആയതുകൊണ്ട് എന്താണ്, ഫോക്കൽ ലെങ്ത് -40, യു -20. ഇനി അത് ജസ്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് വാല്യൂ കിട്ടും. ഓക്കെ. അപ്പോൾ മിററിന്റെ വിയുടെ വാല്യൂ = 40 cm. ഓക്കെ. അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെ ജസ്റ്റ് നിങ്ങളൊന്ന് നോട്ട് ചെയ്യുക കേട്ടോ. മാഗ്നിഫിക്കേഷനുമായി ബന്ധപ്പെട്ടതാണ്. മാഗ്നിഫിക്കേഷൻ = 1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒബ്ജക്റ്റിന്റെയും ഇമേജിന്റെയും സൈസ് സെയിം ആണ്. മാഗ്നിഫിക്കേഷൻ 1-നേക്കാൾ കൂടുതൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇമേജിന്റെ സൈസ് കൂടുതലാണ്. മാഗ്നിഫിക്കേഷൻ 1-നേക്കാൾ കുറവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇമേജിന്റെ സൈസ് എന്ന് പറയുന്നത് ഒബ്ജക്റ്റിനേക്കാളും കുറവാണ്. ക്ലിയർ ആണല്ലോ? കറക്റ്റ് ആയിട്ടുള്ള വായിച്ച് നോക്കി മനസ്സിലാക്കുക. ഓക്കെ. അടുത്ത കാര്യത്തിലേക്ക് പോവാം. ഓക്കെ, ഇതൊരു മാഗ്നിഫിക്കേഷന്റെ ക്വസ്റ്റ്യൻ ആണ്. ഹൈറ്റ് ഓഫ് എൻ ഒബ്ജക്ട് 3 cm, ഹൈറ്റ് ഓഫ് എൻ ഇമേജ് 12 cm. മാഗ്നിഫിക്കേഷൻ എന്താണ്? ഇമേജ് ബൈ ഒബ്ജക്ട് 12/3 4 ആണ് മാഗ്നിഫിക്കേഷൻ. ഓക്കെ. അടുത്ത നമുക്ക് കുറച്ച് കെമിസ്ട്രിയിലെ ടോപ്പിക്കുകൾ കുറച്ച് നമുക്കൊന്ന് ഓടിച്ചു വിട്ട് നോക്കാം. റേറ്റ് ഓഫ് കെമിക്കൽ റിയാക്ഷൻ എന്ന് പറയുന്നത് പല ഫാക്ടേഴ്സുമായി ബന്ധപ്പെട്ടതാണ്. ടെമ്പറേച്ചർ, റിയാക്ടന്റെ കോൺസെൻട്രേഷൻ, സർഫസ് ഏരിയ, കാറ്റലിസ്റ്റ്, പാർട്ടിക്കിൾ സൈസ്, നേച്ചർ ഓഫ് റിയാക്ടന്റ്. ടെമ്പറേച്ചർ എങ്ങനെ ബാധിക്കുന്നു? ടെമ്പറേച്ചർ കൂടുമ്പോൾ റിയാക്ഷൻ റേറ്റ് കൂടുന്നു. റിയാക്ടന്റെ കോൺസെൻട്രേഷൻ കൂടുമ്പം റിയാക്ഷൻ റേറ്റ് കൂടുന്നു. സർഫസ് ഏരിയ കൂടുമ്പോൾ, അതായത് നമ്മളൊരു വസ്തുവിനെ പൊടിക്കുമ്പോഴാണ് സർഫസ് ഏരിയ കൂടുന്നത് അല്ലേ? അങ്ങനെ പൊടിക്കുന്ന സമയത്ത് സർഫസ് ഏരിയ കൂടുന്നു, അതിന്റെ ഫലമായിട്ട് റിയാക്ഷൻ റേറ്റ് കൂടുന്നു. കാറ്റലിസ്റ്റ് എന്ന് പറഞ്ഞാൽ ഒരു റിയാക്ഷന്റെ സ്പീഡ് അപ്പ് ചെയ്യാനോ സ്പീഡ് കുറയ്ക്കാനോ നമുക്ക് നിയന്ത്രിക്കാം. അതിനുവേണ്ടി യൂസ് ചെയ്യുന്നതാണ് കാറ്റലിസ്റ്റ്. കാറ്റലിസ്റ്റ് ആ റിയാക്ഷനിൽ യാതൊരു വിധമായിട്ടുള്ള കെമിക്കൽ ചേഞ്ചും കോസ് ചെയ്യുന്നില്ല എന്നുള്ളത് ഓർത്തു വെക്കുക. ഓക്കെ. അടുത്തത് ഇത്രയും കാര്യങ്ങൾ ജസ്റ്റ് ഒന്ന് ഇമ്പോർട്ടൻ്റ് ആണ്, നോട്ട് ചെയ്യാം. അടുത്തത് ഗ്യാസ് ലോസ് ആണ്. ബോയിൽസ് ലോ, ചാൾസ് ലോ, ഗേ-ലുസാക്സ് ലോ, കമ്പൈൻഡ് ഗ്യാസ് ലോ, ഐഡിയൽ ഗ്യാസ് ലോ.
ഓർത്തിരിക്കുക, ബോയിൽസ് ലോ V is proportional to 1/P ആണ്. ചാൾസ് ലോ VT is a constant. V/T is a constant. ഗേ-ലുസാക്സ് ലോ, കമ്പൈൻഡ് ഗ്യാസ് ലോ, ഐഡിയൽ ഗ്യാസ് ലോ, PV equal to nRT, എല്ലാ ഗ്യാസ് ലോസും നിർബന്ധമായിട്ടും നോക്കിയിട്ട് പോവുക. അതിൻ്റെയൊക്കെ ആപ്ലിക്കേഷനുകളും ഉണ്ടാവും, അതും ഒന്ന് നോക്കിയിട്ട് പോകാൻ ശ്രദ്ധിക്കുക കേട്ടോ. പിന്നെ അടുത്തത് ആസിഡ് എന്താണ്, ബേസ് എന്താണെന്നൊക്കെ നിങ്ങൾക്ക് അറിയാം. എന്താണ് ഒരു സബ്സ്റ്റൻസ് ദാറ്റ് റിലീസ് H+ അയോൺസ് ആണ് ആസിഡ്. കൊറോസീവ് ആണ്, ഹാവ് എ സോർ ടേസ്റ്റ്, ബ്ലൂ ലിറ്റ്മസ് റെഡ് ആക്കും, റിയാക്ട് വിത്ത് മെറ്റൽ, ഹൈഡ്രജൻ ഗ്യാസ് ഇവോൾവ് ചെയ്യും, കണ്ടക്ട് ഇലക്ട്രിസിറ്റി, ന്യൂട്രലൈസ് ബൈ ബേസ് ആണ്. അടുത്തത് OH- പ്രൊഡ്യൂസ് ചെയ്യുന്നതാണ് ബേസ്. കോസ്റ്റിക്, ദേ ഹാവ് സോപ്പി സ്ലൈമി ഫീലിംഗ് ആണ്, ടേൺ റെഡ് ലിറ്റ്മസ് ബ്ലൂ, ബിറ്റർ ടേസ്റ്റ് ഉണ്ട്, കണ്ടക്ട് ഇലക്ട്രിസിറ്റി, ന്യൂട്രലൈസേഷൻ റിയാക്ഷൻ ഉണ്ട്. പിന്നെ നോക്കുക, യൂണിവേഴ്സൽ ഇൻഡിക്കേറ്റർ, നമ്മൾ pH സ്കെയിൽ ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്യാം. സ്ട്രോങ്ങർ ആസിഡ് എന്ന് പറയുമ്പോൾ pH കുറഞ്ഞായിരിക്കും അല്ലേ. സ്ട്രോങ്ങർ ആൽക്കലി എന്ന് പറയുമ്പോൾ pH ഇങ്ങനെ കൂടി കൂടി വരും. 0 തൊട്ട് 14 വരെയാണ് വാല്യൂസ് ഉള്ളത്. ന്യൂട്രലിന്റെ വാല്യൂ 7 ആണ്. പിന്നെ pH സ്ട്രെങ്ത് ഓഫ് ആൻ ആസിഡ് pH സ്കെയിൽ വെച്ചാണ് യൂസ് ചെയ്യുന്നത്. തുടങ്ങിയ കാര്യങ്ങളൊക്കെ നമ്മളിപ്പോൾ 1 തൊട്ട് 14 വരെയാണ് കേട്ടോ ഇതിൻ്റെ സ്കെയിൽ പോകുന്നത്. അതൊന്ന് നോട്ട് ചെയ്യണം. 1 തൊട്ട് 14 വരെയാണ് സ്കെയിൽ. സ്ട്രോങ്ങർ ആൽക്കലി എന്ന് പറയുമ്പോൾ 8, 9, ഇപ്പോൾ 14 ഏറ്റവും സ്ട്രോങ് ആണ്. സ്ട്രോങ് ആസിഡ് എന്ന് പറയുമ്പോൾ 1 ആണ് ഏറ്റവും സ്ട്രോങ് ആയിട്ടുള്ള ആസിഡ്. ഓക്കെ. അടുത്തത് പ്യുവർ വാട്ടറിന്റെ pH എത്രയാണ്? 7 ആണ് കേട്ടോ, ന്യൂട്രൽ ആണ്. ന്യൂട്രലൈസേഷൻ റിയാക്ഷൻ അറിയാലോ, ആസിഡും ആൽക്കലിയും കൂടെ കിട്ടുമ്പോൾ നമുക്ക് സോൾട്ട് റിയാക്ഷൻ നടക്കുമ്പോൾ സോൾട്ട് ആൻഡ് വാട്ടർ ആണ് കിട്ടുന്നത്. ദാറ്റ് ഇസ് കോൾഡ് എ ന്യൂട്രലൈസേഷൻ റിയാക്ഷൻ. ഇനി ഐസോബാർ, ഐസോടോപ്പ് ആൻഡ് ഐസോടോൺ. ഐസോടോപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെയിം ആറ്റോമിക് നമ്പർ, ഐസോബാർ എന്ന് വെച്ചാൽ ഡിഫറെന്റ് മാസ് നമ്പർ, സെയിം മാസ് നമ്പർ, ഐസോടോൺ എന്ന് വെച്ചാൽ സെയിം നമ്പർ ഓഫ് ന്യൂട്രോൺസ്. ഇമ്പോർട്ടൻ്റ് ആണ്, ഓർത്തു വെക്കുക. ഹൈഡ്രജന്റെ ഐസോടോപ്പ് ആണ് പ്രോട്ടിയം, ഡ്യൂട്ടീരിയം, ട്രിഷ്യം എന്ന് പറയുന്നത്. ഓക്കെ. ഇനി അടുത്തത് ഐസോബാറിന്റെ കാര്യം നമ്മൾ ഓൾറെഡി പറഞ്ഞു. ഇപ്പൊ 4 ഓപ്ഷൻ തന്നിട്ട് അത് ഏതാന്ന് ചോദിക്കുമ്പോൾ ഈ കാര്യങ്ങളൊക്കെയാണ് നിങ്ങൾ നോട്ട് ചെയ്യേണ്ടത്. ആറ്റോമിക് നമ്പർ സെയിം ഉണ്ടോ എന്ന് ശ്രദ്ധിക്കുക, മാസ് നമ്പർ സെയിം ഉണ്ടോ എന്ന് ശ്രദ്ധിക്കുക, ന്യൂട്രോണിന്റെ നമ്പർ സെയിം ആണോ എന്നൊക്കെ ശ്രദ്ധിച്ചിട്ട് ആ ഒരു കോമ്പിനേഷൻ ഏതിൽ വരുന്നതാണെന്നുള്ളത് പറയണം. അത്തരത്തിലുള്ള ക്വസ്റ്റ്യൻസ് നമ്മുടെ എക്സാമിന് ചോദിക്കാറുണ്ട്. ഓക്കെ. ഇനി അടുത്ത മെറ്റൽസ് നിങ്ങൾക്ക് അറിയാം. ജനറൽ പ്രോപ്പർട്ടീസ്, ജനറലി സോളിഡ് ആണ് അറ്റ് റൂം ടെമ്പറേച്ചർ, ഗുഡ് കണ്ടക്ടേഴ്സ് ഓഫ് ഹീറ്റ് ആൻഡ് ഇലക്ട്രിസിറ്റി, മാലിബിൾ ആൻഡ് ഡക്റ്റൈൽ, high melting and boiling point, shiny in appearance. റിയാക്ടിവിറ്റി സീരീസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, അത് പഠിക്കാൻ നോക്കുക. പോപ്പുലർ സയൻറ്റിസ്റ്റ് ക്യാൻ മേക്ക് എ സീബ്ര ഇൻ ദ ലാബ് ആൻഡ് ഹി കനോട്ട് സീ ഗേൾസ്. അപ്പം അതല്ലാതെ പല നമുക്ക് ഫെമിലിയർ ആയിട്ടുള്ള കുറേ ട്രിക്സ് ഉണ്ട്. അത് യൂസ് ചെയ്ത് റിയാക്ടിവിറ്റി സീരീസ് പഠിക്കണം. ഇതിൻ്റെ ബേസിലാണ് ഒരു റിയാക്ഷൻ നടക്കുമോ ഇല്ലയോ, ഡിസ്പ്ലേസ്മെൻറ്റ് റിയാക്ഷൻ്റെ കാര്യമൊക്കെ നമ്മൾ അറിയുന്നത് അല്ലേ. അപ്പോൾ റിയാക്ടിവിറ്റി സീരീസിൽ മുകളിലുള്ളത് മോസ്റ്റ് റിയാക്റ്റീവ് ആണ്, താഴെയുള്ളത് ലീസ്റ്റ് റിയാക്റ്റീവ് ആണ്. തുടങ്ങിയ കാര്യങ്ങളൊക്കെ അറിഞ്ഞിരിക്കണം. നിർബന്ധമായിട്ടും നിങ്ങളിത് നോക്കിയിട്ട് പോവുക. ഓക്കെ. അടുത്തതാണ് റസ്റ്റ് പ്രിവെൻഷനുള്ള മെത്തേഡ്, ഇലക്ട്രോപ്ലേറ്റിംഗ്, അപ്ലൈയിങ് ഗ്രീസ്, പിന്നെ സൊല്യൂഷൻസ്, കൊളോയിഡൽ മിക്സ്ചേഴ്സ് ആൻഡ് സസ്പെൻഷൻസ്. ഓക്കെ. അപ്പോൾ കൊളോയിഡൽ മിക്സ്ചർ ആണ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഇത്. കൊളോയിഡ്സിൻ്റെ പാർട്ടിക്കിൾ സൈസ് നിങ്ങൾ നോക്കിയിട്ട് പോകണം. സസ്പെൻഷൻ എന്ന് പറയുമ്പോൾ എന്താണ്, ഇപ്പോൾ സൊല്യൂഷൻസ് ആണെങ്കിലും കൊളോയിഡൽ ട്രൂ സൊല്യൂഷനും കൊളോയിഡൽ മിക്സ്ചറും സസ്പെൻഷനും. ഇപ്പോൾ ട്രൂ സൊല്യൂഷനും കൊളോയിഡും നമുക്ക് അരിച്ചു കഴിഞ്ഞാൽ അത് പാസ് ചെയ്ത് പോകും. സസ്പെൻഷനിൽ മാത്രമാണ് പാർട്ടിക്കിൾ നമുക്ക് വേർതിരിച്ച് അരിക്കുമ്പോൾ നമുക്ക് വേർതിരിച്ച് കിട്ടുള്ളൂ കേട്ടോ. മേഡപ്പ് ഓഫ് പാർട്ടിക്കിൾസ് ഓർ സൊല്യൂട്ട് ആൻഡ് സോൾവെന്റ് പാർട്ട് ഓഫ് സൊല്യൂഷൻ is usually liquid but can be gas. Particles are atoms, ions or molecules that are very small in diameter. കൊളോയിഡിൽ ഇന്റർമീഡിയറ്റ് സൈസ് ആണ്. സസ്പെൻഷൻ വരുമ്പം അതിന്റെ പാർട്ടിക്കിൾസ് എന്ന് പറയുന്നത് ആർ ഓഫ് ലാർജർ സൈസ് ആയിരിക്കും കേട്ടോ. ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്യാം. പിന്നെ വരുന്നത് ട്രൂ സൊല്യൂഷൻ കൊളോയിഡ് സസ്പെൻഷന്റെ പാർട്ടിക്കിൾ സൈസ് ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്യുക, ചോദിക്കാറുണ്ട്. ക്ലൗഡി ആയിട്ട് അപ്പിയർ ചെയ്യുന്ന കൊളോയിഡും സസ്പെൻഷനും ആണ്. ഹോമോജിനിറ്റി നോക്കിയ ട്രൂ സൊല്യൂഷൻ ഹോമോജീനിയസ് ആണ്. കൊളോയിഡ് ക്യാൻ ബി ഹോമോജീനിയസ് ഓർ ഹെട്രോജീനിയസ്. സസ്പെൻഷൻ എപ്പോഴും ഹെട്രോജീനിയസ് ആയിരിക്കും. ട്രൂ സൊല്യൂഷൻ ട്രാൻസ്പെറന്റ് ആയിരിക്കും ബട്ട് ഓഫൺ കളേർഡ് ആയിരിക്കും. കൊളോയിഡ് ട്രാൻസ്ലൂസന്റ് ആൻഡ് ഒപ്പേക്ക് ആണ്. സസ്പെൻഷൻ ഓഫൺ ഒപ്പേക്ക് ബട്ട് ക്യാൻ ബി ട്രാൻസ്ലൂസന്റ്. സെപ്പറേഷൻ ഡസ് നോട്ട് സെപ്പറേറ്റ്, ക്യാൻ ബി കൊളോയിഡ് ചിലപ്പോൾ സെപ്പറേറ്റ് ചെയ്യാൻ പറ്റും. സസ്പെൻഷൻ സെപ്പറേറ്റ് ഓർ സെറ്റിൽ ചെയ്യും അല്ലേ.
ഇനി ഫിൽറ്ററബിലിറ്റി പാസ് ത്രൂ ഫിൽറ്റർ കൊളോയിഡും പാസ് ത്രൂ ഫിൽറ്റർ. പക്ഷേ സസ്പെൻഷനിൽ പാർട്ടിക്കിൾസ് ഡു നോട്ട് പാസ് ത്രൂ ദ ഫിൽറ്റർ, പേപ്പറിലൂടെ കടന്നു പോവില്ല. ഓക്കെ. അടുത്തത് എക്സാമ്പിൾസ് ഓഫ് കൊളോയിഡ്. മിൽക്ക്, സിന്തറ്റിക് പോളിമേഴ്സ്, ഫോഗ്, ബ്ലഡ്, ജാം ഒക്കെ എന്താണ് കൊളോയിഡിന് എക്സാമ്പിൾ ആണെന്നുള്ളത് ഓർത്തു വെക്കുക. ഇനി അടുത്ത ഡിസ്പേഴ്സ് സ്പേസ്, ഡിസ്പേർഷൻ മീഡിയം, നെയിം, അതിൻ്റെ എക്സാമ്പിൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇമൾഷൻ ആണ് ഇതിൽ കുറച്ചുകൂടി ഇമ്പോർട്ടൻ്റ്. ലിക്വിഡ് ആണ് ഇമൾഷൻ. മിൽക്ക് എന്നുള്ളതൊക്കെ അവിടെ വരുന്നതാണെന്നുള്ള ഓർത്ത് വെക്കുക. എല്ലാ കോമ്പിനേഷനും പേരുകൾ പഠിച്ചു വെക്കുക. സോൾ എന്ന് വെച്ചാൽ സോളിഡ് ഇൻ ലിക്വിഡ് ആണ്. ലിക്വിഡ് ഇൻ ലിക്വിഡ് ആണ് ഇമൾഷൻ എന്ന് പറയുന്നത്. ഫോം ഗ്യാസ് ഇൻ ലിക്വിഡ് ആണ്. എല്ലാ കാര്യങ്ങളും പഠിക്കുക. കുറച്ച് എക്സാമ്പിളുകളും പഠിച്ചു വെക്കണം നിർബന്ധമായിട്ടും. എപ്പോഴും ഒക്കെ ഓരോന്നൊക്കെ ആയിട്ട് എക്സാമിന് ചോദിക്കാറുണ്ട് കേട്ടോ. ഇനി അടുത്തതാണ് ആസിഡുകളുടെ അറീനിയസ് കൺസെപ്റ്റ്. 3 കൺസെപ്റ്റ് ഉണ്ട്. ഒന്ന് അറീനിയസ് കൺസെപ്റ്റ് ഓഫ് ആസിഡ്സ് ആൻഡ് ബേസസ് ആണ്. എക്സാമിന് ചോദിക്കും ഓരോന്ന് എന്ത് ടൈപ്പ് ഓഫ് ആസിഡ് ആണ് എന്നുള്ളതൊക്കെ ചോദിക്കാറുണ്ട്. അല്ലെങ്കിൽ ഒരു പ്രോട്ടോൺ ഡോണർ ആണ് തന്നിരിക്കുന്ന, ഒരു പ്രോട്ടോൺ ഡോണർ ആണ്, ഇത് ഏത് കൺസെപ്റ്റ് ആണെന്നൊക്കെ ചോദിക്കാറുണ്ട്. അപ്പോൾ എന്താണ് ആസിഡ്സ് ഗീവ് H+ അയോൺസ് ഇൻ അക്വസ് സൊല്യൂഷൻ അല്ലേ. H+ അക്വസ് സൊല്യൂഷനിൽ H+ അയോൺസ് തന്നാൽ അത് ആസിഡ്, OH- അതായിരുന്നെങ്കിൽ അത് ബേസ്. എക്സാമ്പിളുകൾ നോട്ട് ചെയ്ത് വെക്കുക. HCl, HNO3, H2SO4 എന്നൊക്കെ പറയുന്ന അറീനസ് ആസിഡ് ആണ്. NaOH, KOH, NH4OH എന്നൊക്കെ പറയുന്ന അറീനസ് ബേസ് ആണ് കേട്ടോ. ഇനി ബ്രോൺസ്റ്റഡ് ലോറി കൺസെപ്റ്റ് എന്താണ്? ആസിഡ് എന്ന് പറയുന്ന ഒരു പ്രോട്ടോൺ ഡോണർ ആണ്, ബേസ് എന്ന് പറയുന്ന ഒരു പ്രോട്ടോൺ അക്സെപ്റ്റർ ആണ്. ഓർത്ത് വെക്കണം. എക്സാമ്പിൾ നോക്കുക. HCl + H2O ഉണ്ട് അല്ലേ. അതിനകത്ത് നോക്കുമ്പോൾ എന്താണ് പ്രോട്ടോൺ ഡോണർ. HCl H2Oക്ക് കൊടുക്കുന്നു. അപ്പോൾ ആ പ്രോട്ടോൺ ഡോണർ HCl ആണ്, അതുകൊണ്ട് അത് ആസിഡ്. H2O എന്ന് പറയുന്ന പ്രോട്ടോൺ അക്സെപ്റ്റർ ആണ്. അപ്പോൾ ഈ ഒരു ഇതിൽ അത് ബേസ് ആയിട്ടാണ് ആക്ട് ചെയ്യുക. ഓക്കെ, ഇതാണ് ബ്രോൺസ്റ്റഡ് ലോറി കൺസെപ്റ്റ്. അടുത്ത ലിവിസ് കൺസെപ്റ്റ് ആണ്. ആസിഡ്സ് ആർ ഇലക്ട്രോൺ പെയർ അക്സെപ്റ്റർ, ബേസ് ഇലക്ട്രോൺ പെയർ ഡോണേഴ്സ്. ഇത് ഒത്തിരി തവണ ചോദിച്ചിട്ടുണ്ട്. ഇലക്ട്രോൺ പെയർ അക്സെപ്റ്റർ ഏതാണ്? ആസിഡ് ആണ്. ഇലക്ട്രോൺ പെയർ ഡോണർ ബേസ് ആണ് കേട്ടോ. ലിവിസ് ആസിഡ്, ലിവിസ് ബേസിന് എക്സാമ്പിളുകൾ ജസ്റ്റ് ഒന്ന് നോക്കി വെച്ചേക്കുക. ഓക്കെ, BF3 ഒക്കെ ഫ്രീക്വന്റ് ആയിട്ട് ചോദിക്കുന്ന ചോദ്യമാണ്, അതുകൊണ്ട് ഓർത്തിരിക്കണം. ലിവിസ് ബേസ് ആണ് H2O എന്നുള്ളതൊക്കെ ഓർത്തിരിക്കുക. ഓക്കെ. അടുത്തത് വരുന്നത് മെറ്റലിന്റെ കാര്യമാണ്. മെറ്റലുകളും ഓറുകളും. അലൂമിനിയത്തിന്റെ ഓറ് ബോക്സൈറ്റ്, അയൺ, ഹെമറ്റൈറ്റ്, മാഗ്നറ്റൈറ്റ്, സെഡറൈറ്റ്, അയൺ പൈറേറ്റ്, കോപ്പർ മലക്കൈറ്റ്, മറ്റുള്ളതും ഉണ്ട്. മലക്കൈറ്റ് നിർബന്ധമായിട്ട് ഓർത്തിരിക്കുക. സിങ്ക് കലാമിൻ, സിങ്കിന്റെ ആണ് നിർബന്ധമായിട്ടും ഓർത്തിരിക്കുക കേട്ടോ. പിന്നെ കോൺസെൻട്രേഷൻ ഓഫ് ഓർ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഹൈ ഡെൻസിറ്റി ഓർ ഇംപ്യൂരിറ്റി ലോ ഡെൻസിറ്റി ആണെങ്കിൽ ലെവിഗേഷൻ അല്ലെങ്കിൽ ഹൈഡ്രോളിക് വാഷിംഗ്. ഏതെങ്കിലും ഒരു പദാർത്ഥം മാഗ്നറ്റിക് നേച്ചർ ആണെങ്കിൽ മാഗ്നറ്റിക് സെപ്പറേഷൻ. ലൈറ്റർ സൾഫൈഡ് ഓറുകൾ വരുന്നുണ്ട് എങ്കിൽ അവിടെ ഫ്രോത്ത് ഫ്ലോട്ടേഷൻ ആയിരിക്കും. അലൂമിനിയം ഓറുകൾ ലീച്ചിങ് ആണ് വരിക കേട്ടോ. ഇനി ഓർ നോക്കുക. ടിൻ സ്റ്റോണിന് നമ്മൾ മാഗ്നറ്റിക് സെപ്പറേഷൻ ആണ് യൂസ് ചെയ്യുക. ബോക്സൈറ്റ് ലീച്ചിങ്, സിങ്ക് ബ്ലെൻഡ്, ഫ്രോത്ത് ഫ്ലോട്ടേഷൻ. റിപ്പീറ്റഡ് ആയിട്ട് ചോദിക്കുന്നതും SCRT ബേസ്ഡ് ആയിട്ടുള്ള ഏരിയ ആണ്, അതുകൊണ്ടാണ് എടുത്തു പറയുന്നത്. നിർബന്ധമായിട്ടും ഓർത്തിരിക്കുക. ഓക്കെ, അപ്പോൾ നമ്മൾ അത്യാവശ്യം ഫിസിക്സ്, കെമിസ്ട്രിയുടെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഇന്നത്തെ ഒരു വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്തു. അപ്പോൾ എല്ലാവരും നന്നായിട്ട് ഈ കണ്ടന്റുകളൊക്കെ അറിഞ്ഞിരിക്കണം. അപ്പോൾ എല്ലാ കാര്യവും നമുക്ക് ഈ ഒരു വീഡിയോയിലൂടെ ഡിസ്കസ് ചെയ്ത് പോകാനും പറ്റില്ല. അപ്പോൾ നിങ്ങൾക്ക് ഓൾറെഡി അറിയാം ഓരോ സബ്ജക്റ്റിലും ഏതൊക്കെയാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഏരിയാസ് എന്നുള്ളത്. അതനുസരിച്ച് പഠിക്കുക. PYQ ബേസ്ഡ് ആയിട്ട് പഠിക്കുക. ഇത്രയും കാര്യങ്ങളൊക്കെയാണ് നമുക്ക് ചെയ്യാൻ പറ്റുന്നത്. എല്ലാവരും നന്നായിട്ട് എക്സാമിന് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്യുക കേട്ടോ. ഇനി നമുക്ക് കുറച്ച് ക്വസ്റ്റ്യൻസ് നോക്കാം. ഓക്കെ, ക്വസ്റ്റ്യൻ ഡിസ്കഷന് മുമ്പ് കെമിസ്ട്രിയിലെ തന്നെ ഓർബിറ്റൽസിന്റെ ഭാഗം കുറച്ച് ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പം നിങ്ങൾക്ക് അറിയാം S ഓർബിറ്റൽ സ്ഫെറിക്കൽ ഷേപ്പ് ആണ്, P ഓർബിറ്റൽ ഡംബൽ ഷേപ്പ് ആണ്, D ഓർബിറ്റൽ ഡബിൾ ഡംബൽ ഷേപ്പ് ആണ് അല്ലേ. ഇതൊക്കെ ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരിക്കണം, ഇമ്പോർട്ടൻ്റ് ആണ്. ഇനി നോക്കുക വാലൻസ് ബോണ്ട് തിയറി. അപ്പൊ വാലൻസ് ബോണ്ട് തിയറി കോവലന്റ് ബോണ്ട് ഫോർമേഷന്റെ മാത്രം എക്സ്പ്ലനേഷൻ ആണ്. അയോണിക് ബോണ്ടും മെറ്റാലിക് ബോണ്ടും ഒന്നും വാലൻസ് ബോണ്ട് തിയറിയിൽ നമുക്ക് പറയാൻ പറ്റില്ല. കോവലന്റ് ബോണ്ട് ഫോർമേഷനെ കുറിച്ച് മാത്രമാണ് ഇവിടെ പറയുന്നത് വാലൻസ് ബോണ്ട് തിയറിയിൽ പറയുന്നത്. ഓക്കെ, അപ്പൊ കോവലന്റ് ബോണ്ട് നമുക്കറിയാം എന്താണ്? ഫോംഡ് ബൈ ദ ഓവർലാപ്പിംഗ് ഓഫ് 2 ആറ്റോമിക് ഓർബിറ്റൽസ് അല്ലെ. ഇപ്പൊ HCl ആണെങ്കിൽ എന്താണ്? S ഓർബിറ്റലും ഹൈഡ്രജന്റെ S ഓർബിറ്റലും ക്ലോറിന്റെ P ഓർബിറ്റലും തമ്മിലാണ് ഓവർലാപ്പിംഗ് സംഭവിക്കുന്നത്. ഓക്കെ, അപ്പൊ ഇങ്ങനെ ഓവർലാപ്പിംഗ് സംഭവിക്കുമ്പോൾ നമ്മൾ കുറച്ച് കാര്യങ്ങൾ അറിഞ്ഞിരിക്കണം. എന്താണ്? ഇത് S ഓർബിറ്റലാണ്, ഇത് P ഓർബിറ്റലാണ് അല്ലെ. S ഓർബിറ്റലാണ്, P ഓർബിറ്റലാണ്. അപ്പൊ ഇത് തമ്മിലാണ് ഓവർലാപ്പിംഗ് സംഭവിക്കുക. കണ്ടോ, ഇതിന്റെ എസും പിയും കണ്ടോ ഇവിടെ ഓവർലാപ്പിംഗ് സംഭവിച്ചു. ഓക്കെ, അപ്പൊ ഇവിടെ ഒരു കാര്യം ശ്രദ്ധിച്ചോ.
ഓവർലാപ്പ് ചെയ്യുമ്പോൾ എസിന്റെ ഇലക്ട്രോൺ ഇപ്പൊ നമ്മൾ ഇങ്ങനെ ഒരു ആരോ വെച്ച് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് കണ്ടോ, ഒന്നിന് ഇങ്ങനെയും സ്പിന്നാണ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് ഈ ആരോയുടെ അർത്ഥം. അപ്പൊ ഒന്ന് അപ്പ് സ്പിന്നും ഒന്ന് ഡൗൺ സ്പിന്നും. അപ്പൊ ഇങ്ങനെ ഓവർലാപ്പ് ചെയ്യണമെങ്കിൽ രണ്ട് വിപരീത സ്പിന്നുള്ള ഇലക്ട്രോൺസ് ആയിരിക്കണം എന്നും കൂടെ ഉണ്ട്. മനസ്സിലായല്ലോ? അടുത്ത only half filled orbitals overlap. കണ്ടോ, ഇപ്പൊ നമ്മൾ വരച്ചതിനകത്ത് എന്താണ്, എസ് ഓർബിറ്റലിൽ ഒരു ഇലക്ട്രോൺ ഉണ്ടായിരുന്നു, പി ഓർബിറ്റലിലും ഒരു ഇലക്ട്രോൺ ഉണ്ടായിരുന്നു. ഇത് രണ്ടും ഹാഫ് ഫിൽഡ് അല്ലേ, അപ്പൊ അതുകൊണ്ടാണ് അവിടെ ഓവർലാപ്പിംഗ് നടന്നത്. ഇവിടെ നോക്കിക്കേ, ഇത് എസ് ആണ്, ഇത് പി ആണ് അല്ലെ. ഇത് പിയിൽ ഒരു ഇലക്ട്രോണേ ഉള്ളൂ, പക്ഷെ എസിൽ ഇത് ഓൾറെഡി ഫിൽഡ് ആണ്. അതുകൊണ്ട് ഇവിടെ എന്ത് നടക്കില്ല, ഓവർലാപ്പിംഗ് നടക്കില്ല. ക്ലിയർ ആണല്ലോ? ഇനി സ്പിൻ ഓഫ് ഇലക്ട്രോൺ മസ്റ്റ് ബി ഓപ്പോസിറ്റ് ഇൻ ഓവർലാപ്പിംഗ് ദ ഓർബിറ്റൽസ്. ഞാൻ ഓൾറെഡി പറഞ്ഞു, ഇലക്ട്രോണിന്റെ സ്പിൻ എന്ന് പറയുന്ന ഓപ്പോസിറ്റ് ആയിരിക്കണം. ഇനി സിഗ്മ ആൻഡ് പൈ ബോണ്ട് ഒന്ന് മനസ്സിലാക്കി വെക്കുക. ഓവർലാപ്പിംഗ് രണ്ട് രീതിയിൽ പറ്റും. ആക്സിയൽ ഓവർലാപ്പിംഗ് എന്ന് പറയും. ഇപ്പൊ നമ്മൾ എസ് ഓവർലാപ്പ് ഒക്കെ ചെയ്യുമ്പോൾ ആക്സിയൽ ഓവർലാപ്പിംഗ് ആണ് വരിക. ആൻഡ് പാരലൽ ഓവർലാപ്പിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു രീതിയിൽ. ഓക്കെ, അപ്പൊ ആക്സിയൽ ഓവർലാപ്പിംഗ് വഴി സിഗ്മ ബോണ്ടാണ് പൈ ബോണ്ടിനേക്കാളും മോർ സ്ട്രോങ്ങർ കേട്ടോ. പൈ ബോണ്ടിനെ കമ്പയർ ചെയ്യുമ്പോൾ സ്ട്രോങ് ആയിട്ടുള്ളത് സിഗ്മ ബോണ്ടാണ്. പാരലൽ ആയിട്ടുള്ള ഓവർലാപ്പ് മൂലം വരുന്നതാണ് ഏതെന്ന് പറയുന്ന പൈ ബോണ്ട്. അപ്പൊ എപ്പോഴും ഒരു സിഗ്മ ബോണ്ട് ഫോം ചെയ്യും. ഇപ്പൊ രണ്ട് ബോണ്ട് ഉണ്ടെന്ന് വിചാരിക്കും. അപ്പൊ സിംഗിൾ ബോണ്ട് ആണെങ്കിൽ അത് സിഗ്മ ബോണ്ട് ആയിരിക്കും. ഡബിൾ ബോണ്ട് ആണെങ്കിൽ ഒരു സിഗ്മയും ഒരു പൈയും ആയിരിക്കും. പിന്നെ ട്രിപ്പിൾ ബോണ്ട് ആണെങ്കിൽ ഒരു സിഗ്മയും രണ്ട് പൈ ബോണ്ടും ആയിരിക്കും. ഓക്കെ, ആ ഒരു വാസ്തവം മനസ്സിലാക്കുക. എപ്പോഴും ആദ്യത്തെ ഒരു ബോണ്ട് സിഗ്മ ഫോം ചെയ്തതിന് ശേഷം മാത്രമേ പൈ ബോണ്ടുകൾ ഫോം ചെയ്യുള്ളൂ. ഓക്കെ, ഇനി ഇവിടെ അപ്പൊ ബോണ്ട് നമ്മൾ എത്ര തരം സിഗ്മ ബോണ്ട് ഉണ്ട്, പൈ ബോണ്ട് ഉണ്ടെന്ന് കൗണ്ട് ചെയ്യണം എന്ന് വിചാരിക്കുക അല്ലെ. അപ്പൊ ഇവിടെയൊക്കെ സിംഗിൾ ബോണ്ട് ആണ്. അപ്പൊ ഇതെല്ലാം സിഗ്മ ബോണ്ടുകളാണ് അല്ലെ. അപ്പൊ ഇവിടെ 4 സിഗ്മ ബോണ്ടുകളാണ് ഉള്ളത്. ഇവിടെ വരുമ്പോഴോ ഇത് സിഗ്മയാണ്, 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 ഇതിൽ ഒരെണ്ണം സിഗ്മയാണ്. അപ്പൊ 5 സിഗ്മ ബോണ്ടും ഒരു പൈ ബോണ്ടും ആണ് ഇവിടെ ഉള്ളത്. മനസ്സിലായോ? അപ്പോ ഒരു ബോണ്ട് കാണിക്കുന്ന എല്ലാം സിഗ്മ ബോണ്ട് ആയിരിക്കും. ഒന്നിൽ കൂടുതൽ, ഇപ്പൊ ഇവിടെ നൈട്രജന് ട്രിപ്പിൾ ബോണ്ടാണ് നമ്മൾ കാണിക്കുന്നത് അല്ലെ. അപ്പൊ ഇതിനകത്ത് ഒന്ന് സിഗ്മ ബോണ്ടും ബാക്കി രണ്ടും എന്തായിരിക്കും, പൈ ബോണ്ടും ആയിരിക്കും. ഏതാണ് സ്ട്രോങ്ങർ? സിഗ്മ ബോണ്ടാണ് കുറച്ചും കൂടെ സ്ട്രോങ്ങർ ആയിട്ട് ഉണ്ടാവുക. ക്ലിയർ ആണല്ലോ? ഇത്രയും കാര്യങ്ങൾ മനസ്സിലായി എന്ന് പ്രതീക്ഷിക്കുന്നു. ഓക്കെ, അപ്പൊ ഇവിടെ ഡി പൈ പി പൈ ബോണ്ടിങ് ഒരു ക്വസ്റ്റ്യൻ ആണ് ചോദിച്ചിരിക്കുന്നത്. ഒരു ക്വസ്റ്റ്യൻ ആണ് നമുക്ക് ചോദിച്ചിട്ടുള്ളത്. ഡി പൈ പി പൈ ബോണ്ടിങ് ഈസ് പോസിബിൾ. അപ്പൊ ഇവിടെ നോക്കിയേ, ഡി പൈ പി പൈ ബോണ്ടിങ് അല്ലെ. അപ്പൊ ഡി ഓർബിറ്റിലും പി ഓർബിറ്റിലും പങ്കെടുക്കുന്ന ബോണ്ടിങ് ആണ് ചോദിച്ചിരിക്കുന്നത് അല്ലെ. അപ്പൊ കാർബൺ കാർബൺ, നൈട്രജൻ നൈട്രജൻ, കാർബൺ നൈട്രജൻ, സിലിക്കൺ ഓക്സിജൻ ലിങ്കേജ്, ഇതിൽ ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ നമുക്ക് ഡി ഓർബിറ്റിലും പി ഓർബിറ്റിലും ഇൻവോൾവ് ചെയ്യുന്നത് ഏതിലൊക്കെയാണ് നമുക്ക് അറിയണം അല്ലെ. അപ്പൊ നമുക്ക് ജസ്റ്റ് പീരിയോഡിക് ടേബിൾ ഒന്ന് നോക്കാം. ഇവിടെ നോക്കിയേ, ഈ പീരിയോഡിക് ടേബിളില് നമുക്കറിയാം ഹൈഡ്രജൻ ഇവിടെ എസ് ഓർബിറ്റിൽ മാത്രമേ ഉള്ളൂ അല്ലെ. ഫസ്റ്റ് പീരീഡ് വരുമ്പം, സെക്കൻഡ് പീരീഡ് വരുമ്പം എസ് ഓർബിറ്റിലും പി ഓർബിറ്റിലും ഇൻവോൾവ് ചെയ്യുന്നുണ്ട് അല്ലെ. തേർഡ് ഇതിനകത്തേക്ക് വരുമ്പോഴാണ്, തേർഡ് പീരീഡിലേക്ക് വരുമ്പോഴാണ് എസും പിയും ഡിയും ഓർബിറ്റില് ഇൻവോൾവ് ആവുന്നത്. ശരിയല്ലേ? അപ്പോ ഇവിടെ നിങ്ങൾ നോക്കുക, ഈ രണ്ടെണ്ണം വരുന്ന വരെയുള്ള, ഈ രണ്ട് പീരീഡ് വരെയുള്ള ഒന്നിലും ഡി എന്ന് പറയുന്ന ഒരു ഓർബിറ്റിൽ ഇൻവോൾവ് ചെയ്യുന്നില്ല. മനസ്സിലായോ? അപ്പോ ഈ പറയുന്ന കാർബണും നൈട്രജനും ഓക്സിജനും ഒക്കെ കിടക്കുന്നത് ഏത് പീരീഡിലാണ്? സെക്കൻഡ് പീരീഡിലാണ്. ഓക്കെ, അപ്പൊ അവിടെ ഡി ഓർബിറ്റിൽ വരുന്നില്ല. അപ്പം തേർഡ് പീരീഡിലേക്ക് വരുമ്പോൾ ഉള്ള കണ്ടോ, സിലിക്കൺ ഇവിടെ കിടക്കുന്നുണ്ട്. അപ്പം ഇവിടെ സിലിക്കൺ ഓക്സിജൻ ലിങ്കേജ്. അപ്പൊ ഓക്സിജനിൽ പി വരുന്നുണ്ട്, പി ഓർബിറ്റിൽ വരുന്നുണ്ട്, സിലിക്കണിന് ഡി ഓർബിറ്റിൽ വരുന്നുണ്ട്. അപ്പൊ നമ്മുടെ ഇവിടുത്തെ ആൻസർ ഏതാണ്? സിലിക്കൺ ഓക്സിജൻ ലിങ്കേജ് ആണ് ഇവിടുത്തെ ആൻസർ വരുന്നത്. അപ്പൊ ഇത് മാത്രം നിങ്ങൾ ജസ്റ്റ് വളരെ ക്ലിയർ ആയിട്ട് നോക്കിയാൽ മതി, അല്ലാതെ എല്ലാം ചെയ്യാൻ പോകേണ്ട കാര്യമൊന്നുമില്ല. ക്ലിയർ ആണല്ലോ? അപ്പൊ ഇവിടെ എസ് ഓർബിറ്റിൽ ഇൻവോൾവ് ചെയ്യുന്നുണ്ട്, ഇവിടെ പി ഓർബിറ്റിൽ വരുന്നുണ്ട്. തേർഡ് പീരീഡ് ആവുമ്പോഴാണ് എന്താണ് ഡി ഓർബിറ്റിലും കൂടെ ഇൻവോൾവ് ആവുന്നത് നമുക്ക് അറിയുന്ന കാര്യമാണ്. അപ്പൊ അത് നമ്മൾ ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്താൽ മതി. ഓക്കെ, അപ്പൊ അത് ക്ലിയർ ആയല്ലോ. നമ്മുടെ ക്വസ്റ്റ്യൻ അങ്ങനെയായിരുന്നു, അത് ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ഓക്കെ, അപ്പൊ നമ്മുടെ ക്വസ്റ്റ്യൻ നോക്കിയേ, ദ ഡി പൈ പി പൈ ബോണ്ടിങ് ഈസ് പോസിബിൾ ഇൻ. അപ്പൊ ഇവിടെ ആൻസർ ഏതാ വരിക?
SiO ലിങ്കേജിലാണ് പോസിബിൾ ആയിട്ട് വരുന്നത്. ക്ലിയർ ആണല്ലോ. ഇനി ഇതേപോലെ തന്നെ നമുക്ക് ചോദിക്കാൻ പറ്റിയ ഒരു ക്വസ്റ്റ്യൻ ആണ്, ഡി പൈ ബി പൈ ബോണ്ട് ഈസ് പ്രസന്റ് ഇൻ, വേറൊരു രീതി ചോദിക്കാം, CO3 2 PO4 3 NO3 NO2 കണ്ടോ. അപ്പൊ ഇങ്ങനെ 4 ഓപ്ഷൻ തരുമ്പോൾ നിങ്ങൾ ഈ പറഞ്ഞ കാർബണെ ഓക്സിജനെ ആദ്യം നോക്കുക. ഇത് രണ്ടും എവിടെയാ വരിക? സെക്കൻഡ് പീരീഡിലാണ് വരുന്നത്. അപ്പൊ ഇവിടെ ഡി ഓർബിറ്റിൽ വരുന്നില്ല. അപ്പൊ ഇതല്ല അല്ലെ. ഫോസ്ഫറസ് ഇപ്പൊ ഉള്ളത് കൊണ്ട് നമുക്കറിയാം ഫോസ്ഫറസ് തേർഡ് പീരീഡിലാണ് വരുന്നത്. അപ്പൊ ഇവിടെ ഡി ഓർബിറ്റിലുണ്ട്. നൈട്രജൻ ഓക്സിജനും ഇല്ല, നൈട്രജൻ ഓക്സിജനും ഇല്ല. അപ്പൊ ഇത് മാത്രം ചെക്ക് ചെയ്താൽ തന്നെ നമുക്ക് പെട്ടെന്ന് തന്നെ ഡി പൈ പി പൈ ബോണ്ടിന്റെ കാര്യം പെട്ടെന്ന് MCQ ടൈപ്പ് ഓഫ് എക്സാമിന് സോൾവ് ചെയ്യേണ്ടത് എങ്ങനെയാണ് നമുക്ക് പെട്ടെന്ന് തന്നെ മനസ്സിലാക്കിയെടുക്കാം. മനസ്സിലായല്ലോ എങ്ങനെയാണ് ഇത് കണ്ടുപിടിക്കുക എന്നുള്ളത്? ഓക്കെ. അപ്പോൾ പീരിയോഡിക് ടേബിൾ ജസ്റ്റ് ഒരു ഐഡിയ വേണമെന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ. ഏതൊക്കെ പീരീഡിൽ വരും എന്നുള്ളതൊക്കെ ഒരു ജസ്റ്റ് ഒരു ഐഡിയ നമുക്ക് ഉണ്ടായിരിക്കണം. ഓക്കെ, ഇനി നമുക്ക് അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കാം. ക്വസ്റ്റ്യൻ ഇതാണ്, though the number of electrons in gallium is greater than aluminum, the decrease in the size of the former may be due to poor screening effect, difference in electronegativity, difference in ionization energy, less number of shells. Okay, അപ്പോൾ ഈ പീരിയോഡിക് ടേബിൾ നിങ്ങളൊന്ന് ശ്രദ്ധിച്ചു നോക്കിക്കേ. ഇവിടെ നോക്കിയേ, അലൂമിനിയം എവിടെയാണ് കിടക്കുന്നത്? കണ്ടോ, അലൂമിനിയത്തിന്റെ ആറ്റോമിക് നമ്പർ അലൂമിനിയം 13 ആണ്. ഓക്കെ, അടുത്ത ചോദിച്ചിരിക്കുന്ന ഗാലിയം ആണ് അല്ലെ, തൊട്ട് താഴെയാണ് ഗാലിയം വരുന്നത്. ഗാലിയത്തിന്റെ ആറ്റോമിക് നമ്പർ 31 ആണ്. ഓക്കെ, അപ്പോൾ അലൂമിനിയത്തിന്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എന്താണ്? നിയോൺ കഴിഞ്ഞിട്ട് 3s2 3p1. ഇത് നിങ്ങൾ ആ ഓഫ് ബോ പ്രിൻസിപ്പിൾ വഴി ആ ഒരു ചാർട്ട് വരച്ചു നോക്കിയിട്ട് എഴുതിയാൽ മതി, അപ്പൊ നിങ്ങൾക്ക് കിട്ടും. ഓക്കെ, ഗാലിയത്തിന്റെ ആണെങ്കിലോ ആർഗൺ കഴിഞ്ഞിട്ട് പിന്നെ 3d10 4s2 4p1 ഇങ്ങനെയാണ് കിടക്കുന്നത്. ഇനി നിങ്ങൾക്ക് ബേസിക്കലി അറിയാം, നമ്മുടെ പീരിയോഡിക് ടേബിളിന്റെ പ്രത്യേകതയാണ് ഡൗൺ ദ ഗ്രൂപ്പ് ആറ്റോമിക് സൈസ് ഇൻക്രീസ് ചെയ്യും. കാരണം എന്താ? ഷെല്ല് കൂടുന്നുണ്ട് അല്ലെ. അതായത് ഹൈഡ്രജന് ഒരു ഇങ്ങനെയായിരുന്നു ഉള്ളത്, പിന്നെ അടുത്ത് വരുമ്പോൾ ലിഥിയം വരുമ്പോഴേക്കും 2 ഇത് വരും അല്ലെ, 2 ഇലക്ട്രോൺ ഇവിടെയും ഒരെണ്ണം. അപ്പൊ ഷെല്ലിന്റെ എണ്ണം കൂടുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ആറ്റോമിക് സൈസ് എന്ന് പറയുന്ന അലൂമിനിയം കഴിഞ്ഞ് ഗാലിയം താഴേക്ക് വരുമ്പോൾ ഡൗൺ ദ ഗ്രൂപ്പ് വരുമ്പോൾ സൈസ് കൂടണം, ആറ്റോമിക് സൈസ് കൂടണം, അല്ലെങ്കിൽ ആറ്റോമിക് റേഡിയസ് കൂടണം. പക്ഷെ നമ്മൾ പ്രാക്ടിക്കലി നോക്കുമ്പോൾ ഈ പറയുന്ന പോലത്തെ ഗാലിയത്തിനും അലൂമിനിയത്തിനും ഏകദേശം അതിന്റെ ആറ്റോമിക് സൈസ് എന്ന് പറയുന്നത് സിമിലർ ആണ്. ഓക്കെ, അപ്പൊ എന്തുകൊണ്ടാണ് ഇതെന്നാണ് ക്വസ്റ്റ്യൻ. അപ്പൊ അതിന്റെ റീസൺ പുവർ സ്ക്രീനിങ് ഇഫക്റ്റ് എന്നുള്ളതാണ്. അതായത് ഈ 3d10 ഉണ്ടല്ലോ, ഈ ഒരു ഡി ഓർബിറ്റലിന് ഒരു പ്രത്യേകതയുണ്ട്, പുവർ ഷീൽഡിംഗ് ഇഫക്റ്റ് എന്ന് പറയും. എന്താണ് പുവർ ഷീൽഡിംഗ് ഇഫക്റ്റ്? പുവർ ഷീൽഡിംഗ് ഇഫക്റ്റ് അതായത് നമ്മുടെ ന്യൂക്ലിയറിന്റെ ഇപ്പം ഓരോ ഷെല്ല് കൂടുന്തോറും ഇപ്പൊ ഈ ഷെല്ല് തേർഡ് ഷെല്ല് അടുത്ത ഫോർത്ത് ഷെല്ലൊക്കെ വരുമ്പോഴേക്കും ഈ ഇലക്ട്രോണിലേക്കുള്ള അട്രാക്ഷൻ എന്ന് പറയുന്നത്, ന്യൂക്ലിയസിന്റെ അട്രാക്ഷൻ എന്ന് പറയുന്നത് കുറവായിരിക്കും. ഓക്കെ, പക്ഷെ ഈ 3d10 എന്ന് പറയുന്ന ഓർബിറ്റിൽ ഇവിടെ വന്നു, അതിനൊരു പ്രത്യേകതയുണ്ട്, പുവർ ഷീൽഡിംഗ് ഇഫക്റ്റ് ഉണ്ട്. അതായത് ഈ ഔട്ടർ മോസ്റ്റിലുള്ള ഇലക്ട്രോണിനെ ന്യൂക്ലിയർ അട്രാക്ഷനിൽ നിന്ന് അത് ഷീൽഡ് ചെയ്യില്ല. അതായത് അതിന്റെ അങ്ങോട്ടേക്കുള്ള ഈ ന്യൂക്ലിയർ ഫോഴ്സിന്റെ അട്രാക്ഷന് കുറയ്ക്കുന്നില്ല എന്നാണ് അർത്ഥം. മനസ്സിലായോ? പ്രത്യേകിച്ച് കുറയ്ക്കുന്നില്ല എന്നാണ്. അതായത് ഇൻക്രീസസ് ന്യൂക്ലിയസ് അട്രാക്ഷൻ എന്ന് വേണമെങ്കിൽ പറയാം. അതായത് ഇവിടെ ഇത്രയും ഷെൽ അപ്പുറം ആണെങ്കിൽ പോലും ആ ന്യൂക്ലിയസ് അട്രാക്ഷൻ എന്ന് പറയുന്നത് ഒരു രീതിയിലും ഈ 3d10 ഇവിടെ ഇങ്ങനെ ഒരു ഷെൽ ഉണ്ടെങ്കിൽ പോലും അത് കുറയ്ക്കുന്നില്ല. അപ്പൊ അതിന്റെ ഫലമായിട്ട് എന്ത് സംഭവിക്കും? ന്യൂക്ലിയസിന് ഈ ഔട്ടർ ഷെല്ലിലുള്ള ഇലക്ട്രോണിലും കുറച്ചും കൂടെ ഹോൾഡ് കൂടുതൽ കിട്ടും അല്ലെ. അപ്പൊ അതുകൊണ്ട് പുവർ സ്ക്രീനിങ് ഇഫക്റ്റ് ആണ് എന്തിന്റെ റീസൺ? ഈ പറഞ്ഞ ഗാലിയം അലൂമിനിയവും രണ്ടിന്റെയും ആറ്റോമിക് നമ്പർ ഡിഫറെന്റ് ആണ്. ഡൗൺ ദ ഗ്രൂപ്പ് ആറ്റോമിക് സൈസ് കൂടണം, എങ്കിലും അത് നമ്മൾ ഒബ്സർവ് ചെയ്യുന്നില്ല, അല്ലെങ്കിൽ സൈസ് ഡിക്രീസ് ചെയ്യുന്നുണ്ട് അലൂമിനിയം ഗാലിയം വെച്ച് കമ്പയർ ചെയ്യും. അതിനുള്ള റീസൺ എന്താണ്? പുവർ സ്ക്രീനിങ് ഇഫക്റ്റ് ആണ്. ക്ലിയർ ആണല്ലോ? ഓക്കെ, അപ്പൊ നോക്കുക, അടുത്ത ക്വസ്റ്റ്യൻ നോക്കുക. ദ നമ്പർ ഓഫ് മോൾസ് ഓഫ് CO2 വിച്ച് കണ്ടെയ്ൻ 8 gram ഓഫ് ഓക്സിജൻ ഈസ് എന്നാണ് ചോദ്യം അല്ലെ. അപ്പൊ CO2 അല്ലെ, അപ്പൊ
ഒരു CO2-നകത്ത് നമുക്ക് എന്താ പറയാ എത്ര ഗ്രാം ഓഫ് ഓക്സിജൻ ഉണ്ടെന്നൊന്ന് നോക്കിക്കേ. അതായത് ഒരു മോൾ ഓഫ് കാർബൺ ഡയോക്സൈഡില് എത്രയാണ് ഇവിടെ 16 × 2 അല്ലെ 32 ഗ്രാം ഓഫ് ഓക്സിജൻ ആണ് ഉള്ളത് അല്ലെ 32 ഗ്രാം ഓഫ് ഓക്സിജൻ. ഇവിടെ ചോദ്യം എന്താണ്? നമ്പർ ഓഫ് മോൾസ് ഓഫ് CO2 വിച്ച് കണ്ടെയ്ൻ 8 ഗ്രാം. അപ്പോൾ ഒരു മോളില് 32 ഗ്രാം. അങ്ങനെയാണെങ്കിൽ 8 ഗ്രാം ഓഫ് ഓക്സിജൻ ഉണ്ടാവണമെങ്കിൽ എത്ര മോള് CO2 ഉണ്ടായിരിക്കണം? അപ്പൊ നിങ്ങൾ നോക്കിയേ, 32 ഗ്രാം ആകുമ്പോഴാണ് ഒരു മോൾ അല്ലെ. അപ്പൊ 8 ഗ്രാം എന്ന് പറയുമ്പോൾ എന്തായാലും ഒരു മോളിൽ താഴെ ആയിരിക്കും അല്ലെ. അപ്പൊ ഈ 32-നെ 8 ആക്കണമെങ്കിൽ എന്ത് ചെയ്യണം? /4 ചെയ്താൽ മതി അല്ലെ. അപ്പൊ അതേപോലെ ഇവിടെ CO2-നെ 1/4 ചെയ്യുന്ന എത്രയാണോ അത്രയും മോൾസ് ഓഫ് CO2. അപ്പോൾ എത്ര വരും? 0.25 മോൾസ്. മനസ്സിലായോ? 0.25 മോൾസ് ഓഫ് CO2-ലാണ് 8 ഗ്രാം ഓഫ് ഓക്സിജൻ ഉണ്ടാവുക. ക്ലിയർ ആയല്ലോ? അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കുക. ദ കോൺജുഗേറ്റ് ആസിഡ് ഓഫ് H2O ഈസ് എന്നാണ് ക്വസ്റ്റ്യൻ അല്ലെ. അപ്പൊ ഇവിടെ ഒരു ട്രിക്ക് പറയാം. ഒരു കോൺജുഗേറ്റ് ആസിഡ് കാണണം. ഏതിന്റെ ആണോ കാണേണ്ടത് അതിന്റെ കൂടെ H+നെ ആഡ് ചെയ്യുക, ഒരു പ്ലസ് സൈൻ കൊടുക്കുക. ഓക്കെ, H-ന് H+, അതേപോലെ കോൺജുഗേറ്റ് ബേസ് ആണ് H+നെ റിമൂവ് ചെയ്യാം. ഇവിടെ തന്നെ നമുക്ക് നോക്കാം. H2O ആണ് ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്നത് അല്ലെ. H2Oയുടെ കോൺജുഗേറ്റ് ആസിഡ് എങ്ങനെയാ കാണുക? കോൺജുഗേറ്റ് ആസിഡ് എങ്ങനെയാണ്? ഒരു H+നെ ആഡ് ചെയ്യണം. അപ്പൊ ഇവിടെ ഒരു H ഇങ്ങോട്ട് വരും അല്ലെ, H+. അപ്പൊ H3 ആവും, H3O+. അപ്പൊ ഏതാ ആൻസർ വരിക? ഓപ്ഷൻ ഡി. കോൺജുഗേറ്റ് ബേസ് ആണെങ്കിലോ ഇതിൽ നിന്ന് ഒരു H+നെ നമ്മൾ കുറയ്ക്കണം. അപ്പൊ ഇവിടെ H2O എന്നുള്ളത് എന്താവും? OH ആവും. പിന്നെ കോൺജുഗേറ്റ് ബേസ് ആയതുകൊണ്ട് ഒരു മൈനസ് കൊടുക്കുക. ഓക്കെ, ഇനി NH3-യുടെ ആണെങ്കിലോ, NH3-യുടെ കോൺജുഗേറ്റ് ആസിഡ് ആണെങ്കിൽ ഒരു H+ നമ്മൾ ഇതിലേക്ക് ആഡ് ചെയ്യണം അല്ലെ. അപ്പൊ എന്ത് വരും? NH4+ എന്ന് വരും അല്ലെ. ഇതാണ് കോൺജുഗേറ്റ് ആസിഡ് എന്ന് പറയുന്നത്. കോൺജുഗേറ്റ് ബേസ് ആണെങ്കിലോ ഒരു H കുറയ്ക്കണം അല്ലെ. ഇപ്പൊ NH2- ആണ് എന്തെന്ന് പറയുന്നത്? കോൺജുഗേറ്റ് ബേസ്. ക്ലിയർ ആണല്ലോ ഒരു ഐഡിയ? അപ്പൊ അതേപോലെ ഒന്ന് ചെയ്താൽ മതി. ഓക്കെ, അടുത്തത് നോക്കിയേ. ദ ഫോർമുല ഓഫ് ഇനോർഗാനിക് ബെൻസീൻ അല്ലെ. അപ്പം അവിടെ നിങ്ങൾ സാധാ ബെൻസീനുമായിട്ട് കൺഫ്യൂഷൻ അടിക്കരുത്. ബെൻസീൻ അല്ല ചോദിച്ചിരിക്കുന്നത്. എന്താണ്? ഇൻഓർഗാനിക് ബെൻസീൻ ആണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പൊ വെറും ബെൻസീൻ ആയിരുന്നെങ്കിൽ എന്താണ് ഇക്വേഷൻ? C6H6 അല്ലെ. ഇനോർഗാനിക് ബെൻസീൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് എന്താണ്? ബൊറാസിൻ ആണ്. ബൊറാസിൻ അല്ലെങ്കിൽ ബൊറാസോൾ എന്നൊക്കെ നമ്മൾ പറയും. അതിന്റെ കെമിക്കൽ ഫോർമുല എന്ന് പറയുന്നത് എന്താണ്? B3N3H6. അപ്പൊ ഇതൊക്കെ റിപ്പീറ്റഡ് ആയിട്ട് വരാറുള്ള ചോദ്യങ്ങളാണ്. ഇത് ജസ്റ്റ് ഒന്ന് ഓർത്ത് വെച്ചിരിക്കുക. അടുത്ത ക്വസ്റ്റ്യൻ വളരെ എളുപ്പമുള്ളതാണ്. അപ്പൊ ഓപ്ഷൻ സി ആണ് റൈറ്റ് ആൻസർ കേട്ടോ. The tendency of carbon atom to link with one another through covalent bond to form chains and rings is called എന്താണ്? കാർബൺ ആറ്റത്തിന്റെ പ്രോപ്പർട്ടിയാണ് കാറ്റിനേഷൻ എന്ന് പറയുന്നത് അല്ലെ. അപ്പം അതിന്റെ 4 എന്ന് പറയുന്ന വാലൻസി ഉള്ളത് കൊണ്ട് തന്നെ അതിന് കാറ്റിനേഷൻ, ചെയിൻ ആയിട്ടും റിംഗ് ആയിട്ടും ഒക്കെ ഫോം ചെയ്യാനുള്ള ടെൻഡൻസി ഉണ്ട്. അതിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? കാറ്റിനേഷൻ. അത് കാർബണിന്റെ ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പ്രോപ്പർട്ടിയാണ്. ഓക്കെ, ഇത്രയും ക്ലിയർ ആണല്ലോ? ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കുക. ടെക്നിക് യൂസ് ഫോർ ദ പ്യൂരിഫിക്കേഷൻ ഓഫ് സീ വാട്ടർ എന്നാണ് ചോദിച്ചിരിക്കുന്നത് കേട്ടോ. അപ്പം ഈ രീതിയിലൊരു ക്വസ്റ്റ്യൻ ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ഓപ്ഷൻ ഒന്ന് കറക്റ്റ് ആയിട്ട് നോക്കുക. പ്യൂരിഫിക്കേഷൻ ഓഫ് സീ വാട്ടറിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന മെത്തേഡാണ് റിവേഴ്സ് ഓസ്മോസിസ്. ഏതാണ്? റിവേഴ്സ് ഓസ്മോസിസ്. ഓക്കെ, ഇനി വാട്ട് ഈസ് എ ടെക്നിക് യൂസ് ടു സെപ്പറേറ്റ് ദ സോൾട്ട് ഫ്രം സീ വാട്ടർ എന്നൊക്കെ ചോദിച്ചു കഴിയുമ്പോൾ നമ്മൾ പൊതുവെ ഏതാണ് നമ്മൾ ആൻസർ ചെയ്യാൻ പറ്റുക? സെപ്പറേറ്റ് ചെയ്യുന്ന മെത്തേഡാണ് ഇവോപ്പറേഷൻ ഒക്കെ അല്ലെ. method used to separate the salt from the sea water ഒക്കെ evaporation എന്ന മെത്തേഡ്. ഇത് used for the purification of sea water എന്താണ്? റിവേഴ്സ് ഓസ്മോസിസ്. അപ്പോൾ ഓപ്ഷൻസ് നോക്കിയിട്ട് വേണം നിങ്ങൾ ആൻസർ ചൂസ് ചെയ്യാൻ. ഓക്കെ,
അടുത്ത ക്വസ്റ്റ്യൻ നോക്കുക. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് എ കോവലന്റ് ഹാലൈഡ്? അല്ലെ, നിങ്ങൾക്ക് 4 ഓപ്ഷൻ തന്നിട്ടുണ്ട്. ഹാലജൻസ് ആണ് ക്ലോറിനും ബ്രോമിനും ഐഡിനും ഒക്കെ അല്ലെ. അപ്പൊ കോവലന്റ് ഹാലൈഡ് ഏതാ ഫോം ചെയ്യുന്നത് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങളുടെ ഇവിടെ ബെറിലിയം, മഗ്നീഷ്യം, ബേരിയം, കാൽഷ്യം ഒക്കെയാണ് തന്നിരിക്കുന്നത് അല്ലെ. ഇതിൽ മഗ്നീഷ്യം, ബേരിയം, കാൽഷ്യം ഒക്കെ എന്താണ്? മെറ്റലുകളാണ് അല്ലെ. സോറി, മെറ്റലുകളുടെ പ്രത്യേകത എന്താണ്? ഇവ പെട്ടെന്ന് ഇലക്ട്രോണിനെ ലൂസ് ചെയ്യും. അതായത് ഇവ അയോണിക് ഹാലൈഡുകളാണ് ഫോം ചെയ്യുന്നത്. എന്താണ് ഫോം ചെയ്യുന്നത്? അയോണിക് ഹാലൈഡ്. നമ്മൾ അയോണിക് ബോണ്ട് എന്താന്ന് പഠിച്ചു അല്ലെ. ഇലക്ട്രോണിനെ ലൂസ് ചെയ്യുമ്പോഴാണ് അയോണിക് ഹാലൈഡ് ഫോം ചെയ്യുന്നത്. ഓക്കെ. എന്നാൽ നോൺ മെറ്റലുകൾ എന്താ ചെയ്യുക? അവ എന്ത് ചെയ്യും? ഇലക്ട്രോണിനെ ഷെയർ ചെയ്യും. അന്നേരം അവിടെ എന്ത് വരും? അവിടെ കോവാലന്റ് ബോണ്ട് ഷെയറിങ് വരുമ്പോഴാണ് കോവലന്റ് ക്യാരക്ടർ വരുന്നത് അല്ലെ. അന്നേരം നോൺ മെറ്റലുകളാണ് കോവലന്റ് ഹാലൈഡ് ഫോം ചെയ്യാം. അപ്പൊ ഇവിടെ ബെറിലിയം മാത്രമാണ് എന്തായിട്ടുള്ളത്? നോൺ മെറ്റൽ. ബാക്കിയെല്ലാം മെറ്റലാണ്. മെറ്റൽസ് അയോണിക് ഹാലൈഡും നോൺ മെറ്റൽസ് ആണ് കോവലന്റ് ഹാലൈഡ് ഫോം ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഇവിടെ ഓപ്ഷൻ എ ആണ് റൈറ്റ് ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കുക. ദ കോമ്പിനേഷൻ ഓഫ് ടു ആറ്റം ബൈ ഷെയറിംഗ് എ പെയർ ഓഫ് ഇലക്ട്രോൺ wherein the contribution is done by only one of the atom. നമ്മൾ പറഞ്ഞതാണ് എന്താണ്? കോവലന്റ് ബോണ്ടിങ് ഉണ്ട്. കോവലന്റ് ബോണ്ടിങ്ങിൽ 2 പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നതും ഇലക്ട്രോണിന് കോൺട്രിബ്യൂട്ട് ചെയ്യും. അയോണിക് ബോണ്ടിങ്ങിൽ ഒന്ന് ലൂസ് ചെയ്ത് കൊടുക്കും. ഇനി ഡേറ്റീവ് ബോണ്ടിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പറഞ്ഞിട്ടുള്ള കോർഡിനേറ്റ് ബോണ്ടിന്റെ മറ്റൊരു പേരാണ് കേട്ടോ, കോർഡിനേറ്റ് ബോണ്ടിന്റെ. അപ്പൊ ഇവിടെ എന്താണ് ആൻസർ വരിക? ഓപ്ഷൻ ഡി, ഡേറ്റീവ് ബോണ്ട് ആണ് ആൻസർ. അതായത് ഈ പറയുന്ന സംഭവത്തിനകത്ത് ഒരു ഇലക്ട്രോൺ മാത്രം, ഇതൊക്കെ കോമ്പിനേഷൻ ഓഫ് 2 ആറ്റം ഉണ്ട്, പക്ഷെ ഇവ ഇലക്ട്രോൺ ഷെയർ ചെയ്യുകയും ചെയ്യും. പക്ഷെ ആ ഷെയർ ചെയ്യാൻ വേണ്ടി കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന ഇലക്ട്രോൺ, ആ ഇലക്ട്രോണിന് കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന ഇതിലേതെങ്കിലും ഒരു ആറ്റം മാത്രമായിരിക്കും. ആ അവസ്ഥയ്ക്കാണ് നമ്മൾ ഡേറ്റീവ് ബോണ്ട് അല്ലെങ്കിൽ കോർഡിനേറ്റ് ബോണ്ട് എന്ന് പറയുന്നത്. ക്ലിയർ ആണല്ലോ? അപ്പോൾ ഇതും കൂടെ ഒന്ന് ഓർത്ത് വെച്ചിരിക്കുക. ഓക്കെ. ഓക്കെ, അപ്പൊ നമ്മൾ ക്വസ്റ്റ്യൻ പേപ്പറിന്റെ ബേസിലും അല്ലാതെ കൺസെപ്റ്റിലും ഒക്കെ ആയിട്ട് കണ്ടന്റുകൾ ജസ്റ്റ് ഒന്ന് ഓടിച്ചു വിട്ടിട്ടുണ്ട്. അപ്പൊ എല്ലാവരും നന്നായിട്ട് പ്രിപ്പയർ ചെയ്യുക കേട്ടോ, നന്നായിട്ട് റിവൈസ് ചെയ്യുക. ഇനി ഒരു ദിവസം ഉള്ളൂ അല്ലെ, നന്നായിട്ട് റിവൈസ് ചെയ്യുക. ദിവസങ്ങളിൽ പുതിയ കാര്യങ്ങളൊന്നും പഠിക്കാൻ പോകണ്ട, മാക്സിമം പഠിച്ച കാര്യങ്ങൾ നന്നായിട്ട് റിവൈസ് ചെയ്യുക. ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് നന്നായിട്ട് ചെയ്തു നോക്കുക കേട്ടോ. അപ്പൊ എല്ലാവർക്കും ഓൾ ദ വെരി ബെസ്റ്റ്. താങ്ക് യു.